Hello, my dear students. ഞാൻ PV യൂണിവേഴ്സലിലെ കെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. കഴിഞ്ഞ 12 വർഷമായി ഞാൻ യൂണിവേഴ്സലിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആണ്. അത് കുറച്ച് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കാരണം അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ഉറപ്പായിട്ട് വരും. ഈ ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ് ആണ്. അവിടെ ഹാലോ ആൽക്കെയിൻസിൻ്റെ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞു. അതേപോലെ അറൈൽ ഹാലൈഡ്സിൻ്റെത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ആൽഡിഹൈഡ്സ് കീറ്റോൺസിനെ എന്തുകൊണ്ട് സെപ്പറേറ്റ് ആയി നമ്മൾ പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ടിപ്പിക്കലി കാർബണൈൽ കോമ്പൗണ്ട്സ് ആണ്. കാർബണൈൽ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ദേ വിൽ ബി ഹാവിങ് അല്ലെങ്കിൽ ക്യാരിയിങ് എ കാർബണൈൽ ഗ്രൂപ്പ്. C≡O ഗ്രൂപ്പിനെയാണ് കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നതിൽ ആൽഡിഹൈഡ്സ് കീറ്റോൺസിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. കാരണം കാർബോക്സിലിക് ആസിഡ്സ് എന്ന് പറയുന്നതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. അവിടെ C≡O ഗ്രൂപ്പ് ഉണ്ട്. ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് നമ്മളെ കാർബോക്സിലിക് ആസിഡ്സ് കാണിക്കുന്ന ക്യാരക്ടർ നോർമലി ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് കാണിക്കില്ല. അല്ലെങ്കിൽ ആൽഡിഹൈഡ്സ് കീറ്റോൺസ് കാണിക്കുന്ന ക്യാരക്ടേഴ്സ് കാർബോക്സിലിക് ആസിഡ്സ് കാണിക്കില്ല. അപ്പോൾ എന്താണ് ആൽഡിഹൈഡ്സ് കീറ്റോൺസിൻ്റെ ക്യാരക്ടേഴ്സ്? അതിൽ പറയുന്ന ആൽഡിഹൈഡ്സ് കീറ്റോൺസിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അവയുടെ പെക്യുലിയർ റിയാക്ഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയോഫിലിക് അഡിഷനാണ്. ന്യൂക്ലിയോഫിലിക് അഡിഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മൈനസ് ഇ ഇഫക്റ്റ്, ഇലക്ട്രോമെറിക് ഇഫക്റ്റിലെ മൈനസ് ഇ ഇഫക്റ്റ്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ക്യാരക്ടേഴ്സ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ആൽഡിഹൈഡ്സ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ വിൽ ബി ഹാവിങ് എ കാർബണൈൽ ഗ്രൂപ്പ് എന്നാണ്. ഈ കാർബണൈൽ ഗ്രൂപ്പുള്ള ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർമുല CnH2nO എന്നാണ്. ലൈക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൊപ്പനാൽ, വിച്ച് ക്യാൻ ബി യൂസ് ടു റെപ്രസെൻറ്റ് പ്രൊപ്പനോൺ അല്ലെങ്കിൽ അസറ്റോൺ. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ കാർബോക്സിലിക് ആസിഡിന് കാർബണൈൽ ഗ്രൂപ്പ് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ദേ ആർ നോട്ട് കൺസിഡേർഡ് ആസ് കാർബണൈൽ കോമ്പൗണ്ട്സ് ബിക്കോസ് ദേ ഹാവ് മോർ അസിഡിക് ക്യാരക്ടർ ദാൻ ദ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിൻ്റെ ജനറൽ ക്യാരക്ടർ എന്താണ്? ന്യൂക്ലിയോഫിലിക് അഡിഷൻ. അപ്പോൾ ഒരു ന്യൂക്ലിയോഫിലിക് അഡിഷന് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ന്യൂക്ലിയോഫിലിക് അഡിഷൻ ഓഫ് എൻ ആൽഡിഹൈഡ് പ്രൊപ്പനാൽ എടുക്കാം. ഓക്കെ, പ്രൊപ്പനാലിനെ എടുത്തിട്ട് ഹൈഡ്രജൻ സയനൈഡുമായി ട്രീറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹൈഡ്രജൻ സയനൈഡ് ഒരു വീക്ക് ആസിഡ് ആണ്. ആൻഡ് സോ ഇറ്റ്സ് കോൺജുഗേറ്റ് ബേസ് Cn- is a strong nucleophile. Okay, and this gives you H+ and Cn-. due to electromeric effect ഓക്സിജനിലേക്ക് മൈനസ് ചാർജ് പോകുന്നു ആൻഡ് അഡിഷൻ നടക്കുന്നു. ആസ് ദ സ്ട്രോങ്ങർ പാർട്ട് ഇസ് Cn-, അയാളായിരിക്കും ആദ്യത്തെ സ്റ്റെപ്പിൽ മൂവ് ചെയ്യുക. അതുകൊണ്ടാണ് അത് മൈനസ് ഇ ഇഫക്റ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് മൈനസ് ഇ ഇഫക്റ്റ് എന്ന് പറയുന്നു? ദ സ്ട്രോങ്ങർ പാർട്ട് ഓഫ് റിയേജൻറ്റ്, ദാറ്റ് ഇസ് ദ ന്യൂക്ലിയോഫൈൽ, is going towards that carbon atom towards which the pi electron did not transfer എന്നാണ്. അതുകൊണ്ടാണ് മൈനസ്. അപ്പോൾ ഈ പൈ ഇലക്ട്രോൺ ഓക്സിജനിലേക്കല്ലേ മൂവ് ചെയ്തേ, അവിടേക്ക് പോയില്ല എങ്കിൽ മൈനസ്. ആൻഡ് ഒബ്വിയസ്ലി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കമ്മിങ് പോർഷൻസിൽ പറയാം. ആൻഡ് ദ പ്രോഡക്റ്റ് ഹിയർ ഇസ് നോൺ ആസ് ദ കറസ്പോണ്ടിങ് സയനോഹൈഡ്രിൻ. ഇതാണ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ. And this is minus E effect, which is a typical character of all aldehydes and ketones. ഇനി ജനറലി നമ്മൾ നോക്കുമ്പോൾ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിൽ ഒബ്വിയസ്ലി ആൽഡിഹൈഡ്സ് എപ്പോഴും കീറ്റോൺസിനേക്കാൾ മോർ റിയാക്റ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാ? വൈ ആർ ആൽഡിഹൈഡ്സ് മോർ റിയാക്റ്റീവ് ദാൻ ദ കറസ്പോണ്ടിങ് കീറ്റോൺ? ആ വാക്ക് ശ്രദ്ധിക്കണം, കറസ്പോണ്ടിങ്.
കറസ്പോണ്ടിങ് കീറ്റോൺ എന്ന് പറയാൻ കാരണം ആൽഡിഹൈഡ്സിൽ പ്ലസ് ഐ ഇഫക്റ്റ് കുറവാണ്. പ്ലസ് ഐ ഇഫക്റ്റ് ഇസ് ലെസ്. കാരണം ഒരു ആൽഡിഹൈഡിൽ ഒരു സൈഡിൽ മാത്രമേ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വരണുള്ളൂ. Ketone is always accompanied by 2 alkyl groups on both sides. So, plus I effect കുറവാണ്, steric hindrance less ആണ്. ഇത് രണ്ടും കാരണമാണ് aldehydes are always more reactive than their corresponding ketone എന്ന് പറയാൻ കാരണം. And the reactivity of these carbonyl compounds is based on the polarity of the carbon-oxygen double bond. അപ്പോൾ പ്ലസ് ഐ ഇഫക്റ്റ് കൂടിയാൽ പൊളാരിറ്റി കുറയും, സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടിയാൽ പൊളാരിറ്റി കുറയും. അതുകൊണ്ട് റിയാക്ടിവിറ്റി കീറ്റോൺസിന് കുറവാണ്, ആൽഡിഹൈഡ്സിന് കൂടുതലാണ്. അത് ഞാനൊരു ജനറലി പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ്. ന്യൂക്ലിയോഫിലിക് അഡിഷനുണ്ട്, അയാൾക്ക് ടോട്ടോമറിസം പറ്റും. അതുപോലെ തന്നെ ആൽഡിഹൈഡ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആൽഡിഹൈഡ് മോർ റിയാക്റ്റീവ് ആണ്. ആൽഡിഹൈഡ് ആൻഡ് കീറ്റോണിനായിരിക്കും സ്ലൈറ്റ്ലി ബോയിലിംഗ് പോയിന്റ് ആൽഡിഹൈഡിനേക്കാൾ കൂടുതൽ കറസ്പോണ്ടിങ് കേട്ടോ, ഓൾവേസ്. അത് നമ്മുടെ ഇൻസൈഡ് ടെക്സ്റ്റിൽ വാല്യൂ അടക്കം കൊടുത്തിട്ടുണ്ട്. എന്താണ്? കീറ്റോൺസ് വിൽ ബി ഹാവിങ് എ സ്ലൈറ്റ് ബോയിലിംഗ് പോയിന്റ് ഹയർ ദാൻ ദെയർ കറസ്പോണ്ടിങ് ആൽഡിഹൈഡ്. അതിൻ്റെ വാല്യൂ നമ്മളുടെ ഇൻസൈഡ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൽഡിഹൈഡിന് പറ്റുന്ന ഐസോമറിസും പറ്റാത്ത ഐസോമറിസും കീറ്റോണിന് കാണിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമുക്ക് 2 എക്സാമ്പിൾ പറയാം. ഒന്ന് പൊസിഷണൽ ഐസോമറിസം, ആൽഡിഹൈഡിന് പറ്റില്ല, കീറ്റോണിന് പറ്റും. ഫോർ എക്സാമ്പിൾ 2 പെൻറ്റനോൺ 3 പെൻറ്റനോൺ. പക്ഷെ അങ്ങനെ പെൻറ്റനാലിൻ്റെ കാര്യത്തിൽ ആൽഡിഹൈഡിന് ഓൾവേസ് ആ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ 1 നമ്പറേ അതിന് കൊടുക്കാൻ പറ്റൂ, ബിക്കോസ് ഇറ്റ് ഇസ് എ ടെർമിനൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൻഡ് കീറ്റോൺ ഇസ് എ നോൺ ടെർമിനൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. അതേപോലെ തന്നെ ആൽഡിഹൈഡിന് പറ്റാത്തൊരു ഐസോമറിസമാണ് ടോട്ടോമറിസം. ടോട്ടോമറിസം അല്ല, ടോട്ടോമറിസം രണ്ടുപേർക്കും പറ്റും, മെറ്റാമറിസം. ആൽഡിഹൈഡിന് മെറ്റാമറിസം പറ്റില്ല എന്നും കീറ്റോണിന് മെറ്റാമറിസം പറ്റുമെന്നും പറയാൻ കാരണം മെറ്റാമറിസം ഒരു കോമ്പൗണ്ട് കാണിക്കണമെങ്കിൽ അതൊരു ബൈവാലൻ ഫങ്ഷൻ ഗ്രൂപ്പ് ആയിരിക്കണം. ആൽഡിഹൈഡ് മോണോവാലൻ ഫങ്ഷൻ ഗ്രൂപ്പാണ്. ഇപ്പോൾ ആൽഡിഹൈഡ് ഒരു സൈഡിലല്ലേ ഉള്ളൂ. ബൈവാലൻ എന്ന് പറയുമ്പോൾ ആ ഫങ്ഷൻ ഗ്രൂപ്പിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 ആൽക്കൈൽ ഗ്രൂപ്പ് വരണം. ക്ലിയർ? This is just an introduction of aldehydes and ketones ആണ്. ഇതിലാദ്യം നമുക്ക് മെത്തഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് aldehydes and ketonesൽ ഒന്ന് മൂവ് ചെയ്യാം. അതിൽ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണിത്. ആലിഫാറ്റിക് ആൻഡ് ആറോമാറ്റിക് aldehydes and ketones ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആറോമാറ്റിക് ആൽഡിഹൈഡിൻ്റെ പ്രിപ്പറേഷൻ ഫ്രം ടൊളുവിൻ. ഇപ്പം ടൊളുവിനെ നമ്മൾക്ക് ബെൻസാൽഡിഹൈഡ് ആക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യു വിൽ ക്ലോറിനേറ്റ് ഇറ്റ് ഇൻ പ്രസൻസ് ഓഫ് യു വി റേസ്. അപ്പോൾ ഇത് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനായി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് പ്ലേസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഓർ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ഇവിടെ യു വി റേസ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ യു വിൽ ഗെറ്റ് ബെൻസിൽ ക്ലോറൈഡ്. If you continue the chlorination, you will get benzyl chloride. വീണ്ടും കണ്ടിന്യൂ ചെയ്താൽ you will get benzo trichloride. ഇനി ഇവിടെ ചോദ്യം എന്താണ്? ഈ റിയാക്ഷനിൽ ഉണ്ടാവുന്ന എക്സ് എന്താണെന്നാണ് ചോദ്യം. ഇതാണ് എക്സ് എന്ന് വിചാരിച്ചോ. ബെൻസിൽ ക്ലോറൈഡ് ആണ് എക്സ് എങ്കിൽ അയാളെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്താൽ ആ ക്ലോറിന് പകരം എന്ത് വരും? OH വരും. പക്ഷേ യുവർ ആൻസർ ഇസ് നോട്ട് ബെൻസാൽഡിഹൈഡ്, പകരം ബെൻസൈൽ ആൽക്കഹോൾ. ഇതാണ് നമ്മൾ എടുക്കണമെങ്കിലോ ആ 3 ClOH ആവും അല്ലേ? അതിൽ നിന്നൊരു വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്താലോ യു വിൽ ഗെറ്റ് ബെൻസോയിക് ആസിഡ്. അപ്പോൾ അതുമല്ല ഉത്തരം. അപ്പോൾ നമ്മളുടെ ഉത്തരം ഇതാണ്. ഏത്? ബെൻസാൽ ക്ലോറൈഡ്. ബെൻസാൽ ക്ലോറൈഡിനെ നമ്മൾ ഹൈഡ്രലൈസ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് നോക്കാം. ബെൻസൈൽ ക്ലോറൈഡ്.
ബെൻസൈൽ ക്ലോറൈഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈഡ്രലൈസ് ചെയ്യുന്നതെങ്കിൽ ഈ രണ്ട് ക്ലോറിൻ, ഈ രണ്ട് ക്ലോറിൻ OH. And if you remove a water molecule like this, you will get benzaldehyde as the answer. Very simple. അപ്പോൾ നമ്മൾക്ക് 3 പ്രോഡക്ട്സിൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ, ഒന്ന് ബെൻസിൽ ക്ലോറൈഡ്, ഒന്ന് ബെൻസാൽ ക്ലോറൈഡ്, ഒന്ന് ബെൻസോ ട്രൈക്ലോറൈഡ്. ഇതാണ് ബെൻസോ ട്രൈക്ലോറൈഡ്. ഇവിടെ നമ്മൾക്ക് എന്ത് ഉത്തരം കിട്ടുമെന്ന് ഹൈഡ്രലൈസ് ചെയ്ത് നോക്കിയാൽ മതി. സോ ദി ആൻസർ ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ബി. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും പ്രിപ്പറേഷൻ ഓഫ് ബെൻസാൽഡിഹൈഡ് ആണ്. ഇവിടെ ചോദ്യം, ഏത് മെത്തേഡിൽ ബെൻസാൽഡിഹൈഡ് കനോട്ട് ബി പ്രിപ്പയർഡ് എന്നാണ്. ആദ്യത്തെ റിയാക്ഷൻ കണ്ടാൽ എല്ലാവർക്കും അറിയാം, അത് റോസൻമൺസ് റിഡക്ഷൻ ആണ്. ഈ റോസൻമൺസ് റിഡക്ഷനിൽ എന്താ, ആസിഡ് ക്ലോറൈഡിനെ റെഡ്യൂസ് ചെയ്യുന്നു. ഒബ്വിയസ്ലി യുവർ ആൻസർ ഇസ് ബെൻസാൽഡിഹൈഡ് ആൻഡ് ദാറ്റ്സ് യു കോൾ ദിസ് ആസ് റോസൻമൺസ് റിഡക്ഷൻ. ഇനി അടുത്ത റിയാക്ഷൻ ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ ആണ്. That also gives you the corresponding aldehyde, which is benzaldehyde. അടുത്തത് നോക്കിയേ, സിങ്ക് മെർക്കുറിക് അമാൽഗം ഇൻ HCl Clemenson's reduction ആണ്. It will not give you an aldehyde, it will convert എന്താണ് കാർബണൈൽ കോമ്പൗണ്ട്സ് into the corresponding alkane. അപ്പോൾ ഇത് ഉത്തരമല്ല, കാരണം Clemenson's reduction ഒരു ആൽഡിഹൈഡ് കീറ്റോണിന്റെ മെത്തഡ് പ്രിപ്പറേഷൻ അല്ല, പകരം Clemenson's reduction and Wolff-Kishner reduction are reactions which can convert aldehydes and ketones to the corresponding hydrocarbon. That is an alkane. ഇതെന്താണ്? Again, ഇത് സൾഫ്യൂറൈൽ ക്ലോറൈഡ് എന്താണ്? കാർബൺ ഡൈ സൾഫൈഡ് ആണ്. ആദ്യം നിങ്ങൾക്ക് ബെൻസാൽ ക്ലോറൈഡ് ഉണ്ടാവും. ബെൻസാൽ ക്ലോറൈഡിനെ ഹൈഡ്രലൈസ് ചെയ്താൽ ബെൻസാൽഡിഹൈഡ് ഉണ്ടാവും. Is that clear? Okay. So second question clear alle? Third question. Appo you did understand that there is a carbon-carbon bond formed in Raymer-Tayman reaction. Appo Raymer-Tayman reaction answer alla. അങ്ങനെയാണെങ്കിൽ we'll move to the next choice, which is Cannizzoro's reaction. എന്താ Cannizzoro's reaction എന്ന് പറഞ്ഞാൽ സോഡിയം Cannizzoro's reaction എന്ന് പറയുമ്പോൾ ഒരു ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ, when treated with Cannizzoro's reaction, any aldehyde and ketone ആണോ? അല്ല, ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ നോട്ട് കണ്ടെയ്നിങ് ആൽഫ ഹൈഡ്രജൻ. Cannizzoro's reactionൽ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ നോട്ട് കണ്ടെയ്നിങ് ആൽഫ. അപ്പോൾ നമ്മൾ എടുത്ത ബെൻസാൽഡിഹൈഡിന് ആൽഫ ഹൈഡ്രജൻ ഇല്ല. when treated with 50% solution of NaOH, will give you benzyl alcohol and the sodium salt. അല്ലേ? ആ റിയാക്ഷനിൽ ഒരു കാർബൺ ബോണ്ട് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് റിയാക്ഷൻ്റെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണെന്ന് വെക്കാം. ബട്ട് ബിഫോർ ദാറ്റ് നമ്മൾക്ക് ബാക്കി രണ്ടും ഉത്തരമല്ല, അല്ലെങ്കിൽ ബാക്കി രണ്ട് കേസിലും കാർബൺ ബോണ്ട് ഫോം ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്തിട്ട് നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താണ് ഉത്സ് റിയാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാം, ഹാലോ ആൽക്കെയിൻസിൽ പഠിപ്പിച്ചതാണ്. CH3CH2Cl എന്ന് പറഞ്ഞാൽ ഈഥൈൽ ക്ലോറൈഡ്. സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഈതറുമായി ട്രീറ്റ് ചെയ്താൽ എന്താ ഞാൻ പറഞ്ഞത്, ഒരു പുതിയ ആൽക്കെയിൻ ഉണ്ടാവും. എങ്ങനെ? ഒരു കാർബൺ ബോണ്ട് ഫോം ചെയ്തിട്ട് രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്ത് N-ന് 2N നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള ആൽക്കെയിൻ ഉണ്ടാവുന്നു. അവിടെ ഒരു കാർബൺ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇസ് ദാറ്റ് ക്ലിയർ? ഇനി നാലാമത്തെ ചോയ്സ്, അവിടെ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. അത് ഫിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ ആണ്. ഫിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ റിയാക്ഷനിൽ യു ടേക്ക് ബെൻസീൻ and treat this with an acid chloride or an anhydride with anhydrous aluminum chloride. Anhydrous aluminum chloride ഒരു ലൂയിസ് ആസിഡ് ആയതുകൊണ്ട് അത് Cl മൈനസിന് എടുക്കും and attaches the carbonyl group
to the benzene ring forming a new carbon-carbon bond. അവിടെയും കാർബൺ ബോണ്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാനുസോറോസ് റിയാക്ഷനിൽ മാത്രം കാർബൺ ബോണ്ട് ഉണ്ടാകുന്നില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ വിൽ നോട്ട് റിസൾട്ട് എന്ന് പറയുമ്പോൾ ദി ആൻസർ ഇസ് ബി. ഓക്കെ അല്ലേ? വെരി ഗുഡ്. അടുത്ത 4ാമത്തെ ചോദ്യം. ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ ദ പ്രോഡക്റ്റ് ഫോംഡ് ഇസ്, നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ച റോസൻമൺസ് റിഡക്ഷൻ ആണിത്. എന്ന് പറഞ്ഞാൽ ഒരു ആസിഡ് ക്ലോറൈഡ് എടുത്തിട്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ പലേഡിയം സ്പ്രെഡ് ഓർ ബേരിയം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ് ആണ്. യു വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ്, ഇവിടെ ശരിക്കും പറഞ്ഞാൽ സൾഫർ അല്ലെങ്കിൽ ക്വിനോളിൻ വേണം. യു വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് ആൻഡ് ദിസ് റിയാക്ഷൻ ഇസ് കോൾഡ് റോസൻമൺസ് റിഡക്ഷൻ. കാരണം ഈ സൾഫർ അല്ലെങ്കിൽ ക്വിനോളിൻ അവിടെ ഇല്ല എങ്കിൽ ദിസ് വിൽ ബി ഫെർദർ റെഡ്യൂസ് ടു ദി ആൽക്കഹോൾ. അപ്പം ഞാൻ തൽക്കാലം അവിടെ സൾഫർ കൊടുത്തതാണ്. ആൻഡ് ഇറ്റ് ഈസ് റോസൻമൺസ് റിഡക്ഷൻ. ക്ലിയർ അല്ലേ? 5ാമത്തെ ചോദ്യം. റിയാക്ഷൻ ബിറ്റ്വീൻ അസറ്റോൺ ആൻഡ് മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ്. ശരിക്കും പറഞ്ഞത് ഓൾക്കോൾസിന്റെ മെത്തഡ് പ്രിപ്പറേഷനിലാണ് നമ്മളിത് പറയുന്നത്. തൽക്കാലം നമുക്ക് ഇതിൻ്റെ മെക്കാനിസം നോക്കാം. ഇതൊരു ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ ആണ്. നമ്മൾക്ക് തന്നിരിക്കുന്നത് അസറ്റോൺ ആണ്. അസറ്റോണിൻ്റെ സ്ട്രക്ചർ നമ്മൾക്ക് തൽക്കാലം ഇങ്ങനെ വരയ്ക്കാം. I am asked to treat it with methyl magnesium chloride. Methyl magnesium chloride. Where electromeric effect വെച്ചിട്ട് ഇങ്ങനെ ഒരു ചാർജ് സെപ്പറേഷൻ ഉണ്ടാവുന്നു. And this molecule breaks up to give you Mg plus and CS3 minus. And attachment ഇങ്ങനെ നടക്കും. CS3 C CS3. ഈ CS3 ഈ പ്ലസിലേക്ക് വരും. മനസ്സിലായോ? OMgCl. This one hydrolyzes. That means it gives up to give you OH minus and H plus. Again the system breaks like this. And your answer is this. What is your answer? H plus E oil poo. And this means your product is tertiary butyl alcohol. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിനെ നമ്മൾക്ക് ഗ്രിഗ്നാർഡ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്താൽ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി അല്ലെങ്കിൽ ടെർഷറി ആൽക്കഹോൾ ഉണ്ടാവും. അതിൽ നമ്മൾ സ്പെസിഫിക് ആയി പറയുകയാണെങ്കിൽ ഇഫ് യുവർ ആൽഡിഹൈഡ് ഇസ് ഫോർമാൽഡിഹൈഡ് യുവർ ആൻസർ ഇസ് വിത്ത് RMgX പ്രൈമറി ആൽക്കഹോൾ കിട്ടും. എനി അതർ ഹയർ ആൽഡിഹൈഡ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് എ സെക്കൻഡറി ആൽക്കഹോൾ. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് എ കീറ്റോൺ യു വിൽ ഗെറ്റ് എ ടെർഷറി ആൽക്കഹോൾ. ഓക്കെ അല്ലേ? അപ്പം എന്താണ് നമ്മൾക്ക് ഈ പറയുന്ന ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയാം. നമുക്ക് നോക്കാം കേട്ടോ എൻ്റെ മെക്കാനിസം. ആൽഡോൾ കണ്ടൻസേഷനിൽ നമ്മൾ പറയുന്നത് ദിസ് ഇസ് ആപ്ലിക്കബിൾ ഫോർ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് മിനിമം കണ്ടെയ്നിങ് 1 ആൽഫ ഹൈഡ്രജൻ. എന്താ ഈ ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ കാർബണൈൽ ഗ്രൂപ്പുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിലെ ഹൈഡ്രജൻ ആറ്റം. അപ്പം ഇതാണ് ഫങ്സ് ഗ്രൂപ്പ്, ഇതാണ് ഇപ്പം ആൽഫ കാർബൺ. അപ്പം 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പം ആൽഫ കാർബണുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റങ്ങളെയാണ്, ഹൈഡ്രജൻ ആറ്റത്തിനെയാണ് ആൽഫ ഹൈഡ്രജൻ എന്ന് പറയാം. അപ്പം അതൊന്നെങ്കിലും വേണം എന്നാണ് പറയുന്നത്. ഓക്കെ. 2 ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് സ്ട്രോങ് ആൽക്കലി വേണം. എക്സാമ്പിൾ ഡൈല്യൂട്ട് NaOH ആണ് ഉദ്ദേശിക്കുന്നത്. 3 ഈ റിയാക്ഷൻ ടിപ്പിക്കലി ന്യൂക്ലിയോഫിലിക് അഡിഷൻ തന്നെയാണ്. 4 ആൽഡോൾ ഫോംഡ് will be ബീറ്റ ഹൈഡ്രോക്സി എന്ന് പറയാം. 5 ആൽഡോൾ ഫോംഡ് will be beta hydroxy. 6 aldehydes will be beta hydroxy. 7 aldehydes will be beta hydroxy. 8 aldehydes will be beta hydroxy. 9 aldehydes will be beta hydroxy. 10 aldehydes will be beta hydroxy. 11 aldehydes will be beta hydroxy. 12 aldehydes will be beta hydroxy. 13 aldehydes will be beta hydroxy. 14 aldehydes will be beta hydroxy. 15 aldehydes will be beta hydroxy. 16 aldehydes will be beta hydroxy. 17 aldehydes will be beta hydroxy. 18 aldehydes will be beta hydroxy. 19 aldehydes will be beta hydroxy. 20 aldehydes will be beta hydroxy. 21 aldehydes will be beta hydroxy. 22 aldehydes will be beta hydroxy. 23 aldehydes will be beta hydroxy. 24 aldehydes will be beta hydroxy. 25 aldehydes will be beta hydroxy. 26 alde
അതെന്താണ് ഞാൻ വരയ്ക്കുമ്പോൾ മനസ്സിലാവും, അല്ലെ എഴുതുമ്പോൾ മനസ്സിലാവും. ബീറ്റ ഹൈഡ്രോക്സി പ്രോഡക്റ്റിനെയാണ് ആൽഡോൾ എന്ന് പറയുക. അതിനെ കണ്ടൻസ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ചെയ്തിട്ട് ഒരു വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്താൽ ഉണ്ടാവുന്നതാണ് ആൽഡോൾ കണ്ടൻസ്ഡ് പ്രോഡക്റ്റ്. ഒന്നുകൂടെ, ആൽഡോൾ കണ്ടൻസ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ആൽഡോളിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ റിമൂവ് ആയിട്ട് ഉണ്ടാകുന്ന പ്രോഡക്റ്റാണ് ആൽഡോൾ കണ്ടൻസ്ഡ് പ്രോഡക്റ്റ്. will be ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ്. അപ്പോൾ ഡബിൾ ബോണ്ട് ആൽഫ ആൻഡ് ബീറ്റ കാർബണിൻ്റെ ഇടയിൽ വരണം. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇനി ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾക്ക് നമ്മളുടെ ഉത്തരം ശരിയാണോ എന്ന് നമ്മൾക്ക് തന്നെ പരിശോധിക്കാം. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിൻ്റെ ആൽഡോൾ കണ്ടൻസേഷനെ കുറിച്ചൊന്ന് സംസാരിക്കാം. ദാറ്റ് ഈസ് 3 ടൈപ്സ് ഉണ്ട്. ഒന്ന് നോർമലി ആൽഡോൾ. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു അസറ്റാൽഡിഹൈഡ് എടുക്കാം. അസറ്റാൽഡിഹൈഡിൻ്റെ ആൽഡോൾ എഴുതുന്നൊന്ന് ശ്രദ്ധിക്കണേ. ശരിക്കും പറഞ്ഞാൽ 2 മോളിക്യൂൾസാണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അതിൽ ആദ്യത്തെ മോളിക്യൂളിന് നമ്മൾ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ല, അത് ന്യൂക്ലിയോഫിലിക് അഡിഷനാണ്. അപ്പോൾ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് കൊടുത്തു. രണ്ടാമത്തെ മോളിക്യൂളിലെ ആൽഫ ഹൈഡ്രജനെ ബ്രേക്ക് ചെയ്ത് കാർബാനിയോൺ ഫോം ചെയ്യുക. ഇത്ര മനസ്സിലായില്ലേ? ഒന്നാമത്തെ മോളിക്യൂളിലെ കാർബണൈൽ ഗ്രൂപ്പ് ബ്രേക്ക് ചെയ്ത് ചാർജ് സെപ്പറേഷൻ കൊടുത്തു. രണ്ടാമത്തെ മോളിക്യൂളിലെ ആൽഫ, അത് സ്പെസിഫിക് ആണ്. ആൽഫ ഹൈഡ്രജൻ ഐഡന്റിഫൈ ചെയ്യണം. ആരാത്? ഫങ്സ് ഗ്രൂപ്പിന്റെ അടുത്ത കാർബൺ ആറ്റത്തിന്റെ ഹൈഡ്രജൻ. ഇനി ആഡ് ചെയ്യുക ന്യൂക്ലിയോഫിലിക് അഡിഷൻ. അപ്പൊ ഈ എച്ച് ഓയിൻ്റെ കൂടെ പോയി, OH, CH2CHO. ഇസ് ദാറ്റ് ക്ലിയർ? ഇനി ഇത് ആൽഡോൾ ആണ്, ശരിയാണോ ചെക്ക് ചെയ്യാം. ഞാൻ എന്താ പറഞ്ഞത്? ബീറ്റ പൊസിഷനിൽ OH വരും. ബീറ്റ പൊസിഷനിൽ OH വന്നു. അപ്പോൾ ഈ ആൽഡോൾ ഇസ് കറക്റ്റ്. ഇനി ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ OH വീണ്ടും ആൽഫ ഹൈഡ്രജൻ തന്നെ പോകും. ആൻഡ് യു വിൽ ഗെറ്റ് ദി ആൽഡോൾ കണ്ടൻസ്ഡ് പ്രോഡക്റ്റ് ലൈക്ക് ദിസ്. അത് ശരിയാണെന്ന് പരിശോധിക്കാം. കാരണം ഈ ഡബിൾ ബോണ്ട് ഇസ് ഇൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ. ആൽഫ ആൻഡ് ബീറ്റ. Is that clear? Okay. ഇനി ഈ ആൽഡോൾ കണ്ടൻസേഷനിൽ ഒരാൾക്ക് ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, ഒരാൾക്ക് ആൽഫ ഹൈഡ്രജൻ ഇല്ല എങ്കിൽ അത് ക്രോസ്ഡ് ആൽഡോൾ ടൈപ്പ് 1. 2 പേർക്ക് ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് ക്രോസ്ഡ് ആൽഡോൾ ടൈപ്പ് 2. അതിപ്പോൾ അങ്ങനെയല്ല. ആൽഡോൾ കണ്ടൻസേഷൻ ക്രോസ്ഡ് ആവണമെങ്കിൽ 2 ഡിഫറെൻറ്റ് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആയിരിക്കണം എന്നാണ്. ഇസ് ദാറ്റ് ക്ലിയർ? നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ആൽഡോൾ എഴുതണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിനെ തന്നെ, ഏത് അസറ്റാൽഡിഹൈഡിന് തന്നെ ഞാൻ എടുക്കുന്നു ഒരു മോളിക്യൂളായിട്ട്. ഈ അസറ്റാൽഡിഹൈഡിനെ ഞാൻ അസറ്റോണുമായി ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവർ രണ്ടിടെയും സെൽഫ് ആൽഡോൾ ഞാൻ എഴുതുന്നു. അതാണ് നമ്മളിപ്പോൾ എഴുതിയതുപോലെ സെൽഫ് ആൽഡോൾ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക. അസറ്റോണിൻ്റെ സെൽഫ് ആൽഡോൾ ഇങ്ങനെ. ഇത് 2 സെൽഫ് ആൽഡോൾസ് ആണ്. ഇനി മൂന്നാമത്തെ ആൽഡോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അസറ്റാൽഡിഹൈഡിന് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് കൊടുക്കുക, അസറ്റോണിൻ്റെ ആൽഫ ഹൈഡ്രജൻ ബ്രേക്ക് ചെയ്യുക. നിങ്ങളിത് കൃത്യമായി മനസ്സിലാവണമെങ്കിൽ ഒന്നുകൂടെ ഇത് കണ്ടാൽ മതി. കേട്ടോ, പാർട്ട് ബൈ പാർട്ട് നോക്കിയാൽ മതി. ഇപ്പം ഞാൻ എന്ത് ചെയ്തു? ആദ്യം സെൽഫ് ആൽഡോൾസ് ഓഫ് ബോത്ത് മോളിക്യൂൾസ് എഴുതി. രണ്ടാമത് ഒരു മോളിക്യൂളിലെ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് കൊടുത്തു. രണ്ടാമത്തെ മോളിക്യൂളിലെ ആൽഫ ഹൈഡ്രജൻ ബ്രേക്ക് ചെയ്തു. എന്നിട്ട് ആൽഡോൾ എഴുതി. CH3 CHOH CH2 COCH3. ഇനി ഒരു പോസിബിലിറ്റിയും കൂടെ ഇല്ലേ? എങ്ങനെ? അസറ്റോണിന് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് കൊടുക്കുക, 4th. എന്നിട്ട് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഓഫ് അസറ്റാൽഡിഹൈഡ് എടുക്കുക. അങ്ങനെ മറ്റൊരു ആൽഡോൾ കിട്ടും. CH3 CH3 OH CH2 CHO. അപ്പോൾ 1ഉം 2ഉം സെൽഫ് ആൽഡോൾ, ഇത് രണ്ടും സെൽഫ് ആൽഡോൾ. 3ഉം 4ഉം ക്രോസ്ഡ് ആൽഡോൾ. ഇനി ഒരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. എന്താ?
ഇതിൽ ഒരു മോളിക്യൂളിന് ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, ഒരു മോളിക്യൂളിന് ഇല്ലെങ്കിൽ അതും ക്രോസ്ഡ് ആൽഡോൾ ആണ്. അതും ക്രോസ്ഡ് ആൽഡോൾ ആണ്. ഇനി ക്രോസ്ഡ് ആൽഡോൾ ടൈപ്പ് 2 ലൈക്ക് ഈ മോളിക്യൂളിൽ ഒരാൾ ബെൻസാൽഡിഹൈഡ് ആണെന്ന് വെച്ചോ. എന്തായാലും ബെൻസാൽഡിഹൈഡിന്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ക്രോസ്ഡ് ആൽഡോളിൽ 2 മോളിക്യൂളിനും ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ടെങ്കിൽ മിനിമം ഓഫ് ആ വാക്ക് വ്യക്തമാണ്, മിനിമം ഓഫ് 4 ആൽഡോൾസ് ഉണ്ടാവും. എന്നാൽ അതിൽ ഒരു മോളിക്യൂളിന് ആൽഫ ഉണ്ട്, രണ്ടാമത്തെ മോളിക്യൂളിന് ആൽഫ ഹൈഡ്രജൻ ഇല്ല എങ്കിൽ 2 ആൽഡോൾസേ ഫോം ചെയ്യുള്ളൂ. കാരണം ഇയാൾക്ക് മാത്രമേ സെൽഫ് ആൽഡോൾ പറ്റൂ, ഇയാൾക്ക് കൊടുക്കാൻ ആൽഫ ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ ക്രോസ്ഡ് ആൽഡോൾ ഓഫ് ദിസ് മോളിക്യൂൾ നോക്കാം. CH3 CH ഡബിൾ ബോണ്ട് O. ഓൾവേസ് ആൽഡിഹൈഡ് കീറ്റോൺ ഉണ്ടെങ്കിൽ ആൽഡിഹൈഡിന് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് കൊടുക്കുക. ആൽഫ ഹൈഡ്രജൻ ഉള്ള അലിഫാറ്റിക് ആൽഡിഹൈഡിന് നമ്മൾ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് കൊടുത്തു. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾക്ക് ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ ഇല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനൊരു ആൽഡോൾ ഉണ്ടാവില്ല. തിരിച്ചു നോക്കിയാലോ, ഫോർമാൽഡിഹൈഡിന് അല്ലെ ബെൻസാൽഡിഹൈഡിന് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് കൊടുത്തു. എന്നിട്ട് അസറ്റാൽഡിഹൈഡിന് കാർബാനിയോൺ ഫോർമേഷൻ. അപ്പൊ എന്താ പറയാ, ഈ പറയുന്ന ബ്രേക്കേജ് ഗിവ്സ് യു എ കാർബാനിയോൺ എന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്റർമീഡിയറ്റ് കാർബാനിയോൺ ആണ്. നേരത്തെ പോലെ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് കൊടുത്തു, EH ഇവിടെ വന്നു. ഇയാളെ ഹീറ്റ് ചെയ്താൽ വാട്ടർ മോളിക്യൂൾ ഇങ്ങനെ റിമൂവ് ആവും. ആൻഡ് ദിസ് മോളിക്യൂൾ ഫോംഡ് ഇസ് നോൺ ആസ്, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സിനമാൽഡിഹൈഡ്. ഈ റിയാക്ഷനെ നമ്മൾ ജനറലി ക്ലെയ്സൺ സ്മിത്ത് കണ്ടൻസേഷൻ എന്ന് പറയും. എപ്പോഴാണ് ക്രോസ്ഡ് ആൽഡോൾ കണ്ടൻസേഷനിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത മോളിക്യൂൾ ആരോമാറ്റിക് ആണെങ്കിൽ, മോളിക്യൂൾ വിത്തൗട്ട് ആൽഫ ഹൈഡ്രജൻ ഇസ് ആരോമാറ്റിക്. അപ്പോൾ ഈ റിയാക്ഷനെ നമ്മൾ എന്ത് വിളിക്കും? ക്ലെയ്സൺ സ്മിത്ത് കണ്ടൻസേഷൻ എന്ന് വിളിക്കും. ഒരു കൺഫ്യൂഷൻ ഉണ്ട്, കുറച്ച് ഹയർ ആണ് ക്ലെയ്സൺ സ്മിത്ത് കണ്ടൻസേഷൻ, അല്ല ക്ലെയ്സൺ കണ്ടൻസേഷൻ. കാരണം ക്ലെയ്സൺ കണ്ടൻസേഷനിൽ ബീറ്റ കീറ്റോ എസ്റ്റർ ആണ് ആൻസർ, ആ ലെവലിലേക്കൊന്നും പോകണ്ട. അപ്പോൾ ഈ റിയാക്ഷനിലേക്ക് നമുക്ക് തിരിച്ച് ചോദ്യത്തിലേക്ക് വരാം. കാനസോറോസ് റിയാക്ഷൻ ആണോ? അല്ല. ക്രോസ് കാനസോറോസ് ആണോ? അല്ല. അതെന്താ കാനസോറോ അല്ലെന്ന് പറയാൻ കാരണം? മോളിക്യൂളിൽ ഇവിടെ ഒരു മോളിക്യൂളിൽ എന്തുണ്ട്? ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ കാനസോറോ പറ്റൂല. അങ്ങനെ ഒരു എക്സെപ്ഷനേ ഉള്ളൂ. ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിലും കാനസോറോസ് നടക്കുന്നതും ആൽഡോളും നടക്കുന്നതും ഒരു മോളിക്യൂളാണ്. ഇപ്പോൾ ആൽഫ ഹൈഡ്രജൻ ആയിട്ടും ഉണ്ടെങ്കിലും ആൽഡോൾ ആൻഡ് കാനസോറോസ് നടക്കുന്ന ഒറ്റ മോളിക്യൂളേ ഉള്ളൂ, 2-മീഥൈൽ പ്രൊപ്പനാൽ. അതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ആൻസർ ക്രോസ്ഡ് ആൽഡോൾ കണ്ടൻസേഷൻ ആണ്. വൈ? ബിക്കോസ് ഇറ്റ്സ് നോട്ട് ആൽഡോൾ അലോൺ. അപ്പോൾ ഇതുമല്ല. അപ്പോൾ മനസ്സിലായല്ലോ, ആൽഡോൾ കണ്ടൻസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം. 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നോക്കാം. നമ്മൾ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിന്റെ ഡിറ്റക്ഷൻ എങ്ങനെയാണ്? ഡിറ്റക്ഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് വളരെ സിമ്പിളാണ്. 2,4-DNP-യുമായി ട്രീറ്റ് ചെയ്താൽ മതി. അതെന്താ 2,4-DNP എന്ന് പറഞ്ഞാൽ? 2,4-ഡൈനൈട്രോഫീനൈൽ ഹൈഡ്രസീൻ. എന്താ അങ്ങനെ വിളിക്കണേ? ഇതാണ് 2,4-ഡൈനൈട്രോഫീനൈൽ ഹൈഡ്രസീൻ. എന്തുകൊണ്ട് അയാൾ അങ്ങനെ വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ, DNP എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെ വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഗിവ്സ് എ റെഡിഷ് ഓറഞ്ച് precipitate, orange precipitate with aldehydes and ketones. ഈ റിയാക്ഷൻസിന്റെ ഡീറ്റെയിലിംഗ് ഞാൻ പിന്നെ പറയാം. തൽക്കാലം ദിസ് ഇസ് a reagent to identify aldehydes and ketones, and this reagent 2,4-DNP is known as Bosch's reagent.
or Brady's reagent because it can be used to identify aldehydes and ketones. അപ്പോൾ ഇത് മറക്കരുത്, 2,4-DNP or Bosch's അല്ലെങ്കിൽ Brady's reagent. Is that clear? ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താ, ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ എന്ന് അറിയില്ല, പക്ഷേ ജനറൽ ഫോമിൽ നോക്കുമ്പോൾ CnH2n+2 വരണുണ്ട്. അപ്പോൾ CnH2n+2 എന്ന് പറയുമ്പോൾ 2O എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എയ്തർ എൻ ആൽക്കഹോൾ ഓർ എൻ ഈതർ. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിനെ കിട്ടണം, കാരണം അത് അങ്ങനെയാണെന്ന് പറയാൻ കാരണം എക്സിനെ നമ്മൾ കോപ്പറുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ ഡീഹൈഡ്രോജനേഷൻ നടന്നിട്ട് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ എക്സ് എന്ന് പറയുന്നത് ഒരു ആൽക്കഹോളാണ്, അയാളെ കോപ്പറുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ എ കിട്ടി. ഇനി എയുടെ സ്വഭാവം അറിയാൻ ഈ പറഞ്ഞ AgNH3 ട്വൈസ് എന്ന് പറയുന്ന ടോളറൻസ് റിയേജൻ്റ് ആണ്. ആൻസേഴ്സ് ടോളറൻസ് റിയേജന്റ് എന്ന് ചോദിച്ചാൽ സിൽവർ മിറർ ടെസ്റ്റ് തരും എന്ന് ചോദിച്ചാൽ ഈ ഒരു ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എൻ ആൽഡിഹൈഡ്. കാരണം ടോളറൻസ്, ഫെല്ലിങ്സ്, ബെൻഡിക്സ് ആൻഡ് ഷിഫ്റ്റ്സ് റിയേജന്റുമായി ആൽഡിഹൈഡ്സ് മാത്രമേ പ്രസിപ്പിറ്റേറ്റ് തരൂ, ketones precipitate തരില്ല. So how will you distinguish aldehydes and ketones? Distinguish aldehydes and ketones. എന്താ സംഭവം? All aldehydes gives precipitates with tolerance, Fellings, Bendix and Schiff's reagent. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? All aldehydes gives characteristic precipitates with tolerance, Fellings, Bendix and Schiff's reagent ആണോ? ശരിയാണോ? അല്ല. കാരണം ബെൻസാൽഡിഹൈഡ് will not give you a precipitate with Fellings and Bendix. ഒന്ന് നോട്ട് ചെയ്യണം. ഫെല്ലിങ്സ് ആൻഡ് ബെൻഡിക്സിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ ആൽഡിഹൈഡ്സുമായി പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, പക്ഷേ നോട്ട് ബെൻസാൽഡിഹൈഡ്. സോ ദ ബെസ്റ്റ് റേജന്റ് ഇസ് ടോളറൻസ്. അപ്പോൾ നമ്മൾ എക്സ് ഒരു ആൽക്കഹോൾ ആണെന്ന് പറയാൻ കാരണം കോപ്പർ 573 Kelvin, ദാറ്റ് ഗിവ്സ് യു എൻ ആൽക്കഹോൾ. ഇനി അപ്പോൾ നിങ്ങളുടെ ആൽക്കഹോൾ കോപ്പറുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ തരണം. അപ്പോൾ എക്സ് ആൽക്കഹോളും എ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആണ്. അത് ആൽഡിഹൈഡ് ആണെന്ന് സ്ഥിരീകരിച്ച് എങ്ങനെയാണ് ടോളറൻസ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്തപ്പോൾ സിൽവർ മിറർ തന്നു. ഇസ് ദാറ്റ് ക്ലിയർ? ഇനി അയാൾ ആൽഡോൾ കണ്ടൻസേഷന് വിധേയമായി. അപ്പോൾ ദിസ് ഇസ് എൻ ആൽഡിഹൈഡ്, ഈസ് എൻ ആൽഡിഹൈഡ് വിത്ത് എൻ ആൽഫ ഹൈഡ്രജൻ. ടോളറൻസ് OH മൈനസ് എന്ന് പറഞ്ഞാൽ ടോളറൻസ്, ആൽഡോൾ ആണ്. ഇനി ഇറ്റ് റിയാക്ട്സ് വിത്ത് സെമി കാർബസൈഡ് ടു ഫോം എ സെമി കാർബസോൺ. അപ്പൊ ഇനി എ എന്താണ്? എ എന്ന് പറയുന്നത് ഒരു ആൽഡിഹൈഡ് ആണ്. സോ ആൽഡിഹൈഡ് ആദ്യം വന്നിരിക്കുന്ന എത്തനാൽ. എ എത്തനാൽ ആണെങ്കിൽ എക്സ് എത്തനോൾ ആണ്, അല്ലെങ്കിൽ എക്സ് എത്തനോൾ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ആൽക്കഹോളിന് മാത്രമേ ആൽഡിഹൈഡ് തരാൻ പറ്റൂ വിത്ത് കോപ്പർ ഡീഹൈഡ്രജനേഷൻ. ആൻഡ് വൈ ഈസ് ബ്യൂട്ടൂയീൻ ആൽ, ആൽഡോൾ ഓഫ് അസറ്റാൽഡിഹൈഡ് ഞാൻ കുറച്ച് മുമ്പ് എഴുതിയതാണ്. അത് ബ്യൂട്ടൂയീൻ ആൽ ആണ്. ആൻഡ് സെമി കാർബസോൺ ഫോർമേഷൻ. സോ ദി ആൻസർ ഇസ്, ചോദ്യം വളരെ വ്യക്തമായി എ ആണ് ആദ്യം ചോദിച്ചത്. അപ്പോൾ എ എന്താണ്? എത്തനാൽ, എക്സ് എത്തനോൾ, ആൽഡോൾ കണ്ടൻസ്ഡ് പ്രോഡക്റ്റ്, സെമി കാർബസോൺ. ആ സെമി കാർബസോണിനെ കുറിച്ച് ഒന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇനി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരണുണ്ട്. അപ്പോൾ നമുക്ക് സെമി കാർബസോണിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം. എക്സ് എന്ന ഒരു കോമ്പൗണ്ടിനെ കോപ്പറുമായി ട്രീറ്റ് ചെയ്തപ്പോൾ എ തന്നു. എ സിൽവർ മിറർ ഡിസ്റ്റൻസ് ചെയ്തു. അപ്പോൾ നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ടാൽ എ ആൽഡിഹൈഡ് ആണ്. അപ്പോൾ എക്സ് എന്തായിരിക്കണം? ഒരു പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കണം. ബാക്കി ക്യാരക്ടേഴ്സ് ആണ്. ആൽഡോൾ കണ്ടൻസേഷൻ തൊട്ട് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. ക്ലിയർ അല്ലേ ആ ക്വസ്റ്റ്യൻ? ഓക്കെ, എട്ടാമത്തെ ചോദ്യം. Which of the following is the product formed when cyclohexanone undergoes aldol condensation? നമുക്ക് എഴുതി നോക്കാം. ഞാൻ പറഞ്ഞു 2 മോളിക്യൂൾ എടുക്കണം. ഇതാണ് സൈക്ലോഹെക്സനോൺ. അപ്പോൾ ആദ്യത്തെ മോളിക്യൂളിന് നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രോമെറിക് ഇഫക്റ്റ് കൊടുക്കും.
സോറി, രണ്ടാമത്തെ മോളിക്യൂളിലെ ആൽഫ ഹൈഡ്രജൻ ബ്രേക്ക് ചെയ്യണം. ഇതാണ് ആൽഫ ഹൈഡ്രജൻ. ഇനി അറ്റാച്ച് ചെയ്യാം. എങ്ങനെ? എച്ചിന് ഓയിൽ കൊടുക്കുക. അപ്പോൾ അത് ഓച്ചായി. ഈ പ്ലസിന് ഈ മൈനസിൽ കൊടുക്കുക. ദിസ് ഇസ് ദി ആൽഡോൾ ഫോംഡ് അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ പറയുന്ന OH എവിടെ നിന്ന് എച്ചിനെ എടുക്കും? ഇവിടെ നിന്ന് അല്ലേ? അപ്പോൾ അവിടെ ഡബിൾ ബോണ്ട് വരും. സോ അപ്പോൾ ഈ OHും ഇത് ആൽഫ ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഇവിടെയായിരിക്കും എന്ത് വരിക? ഡബിൾ ബോണ്ട്. ഐ ജസ്റ്റ് വോണ്ട് ടു റിപ്പീറ്റ് ഇറ്റ് വൺസ് മോർ. നമ്മൾ നേരത്തെ എഴുതിയില്ല, ആൽഡോൾ തന്നെ കുറച്ച് ഇത് കോംപ്ലിക്കേറ്റഡ് ആണെന്നേ ഉള്ളൂ. ആദ്യത്തെ മോളിക്യൂളിന് ഞാൻ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് കൊടുത്തു. അപ്പോൾ ഇതാണ് ആൽഫ ഹൈഡ്രജൻ, ഇതാണ് ആൽഫ കാർബൺ കേട്ടോ. ഇലക്ട്രോമെറിക് ഇഫക്റ്റ് കൊടുത്തു. ആൽഫ ഹൈഡ്രജൻ ഒന്നെടുത്തു, ഇത് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് പ്ലസ് ഇത് മൈനസ്. അപ്പോൾ ഈ എച്ച് ഈ ഒയ്ക്ക് പോയി. ഓച്ചായി. ഇതിങ്ങനെ അറ്റാച്ച് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും എച്ച് എടുക്കുക. കാരണം ആൽഫ ഹൈഡ്രജൻ ഇവിടെയാണുള്ളത്. അപ്പോൾ ഈ എച്ചും ഈ ഓച്ചും പോവും. ഇവിടുത്തെ എച്ചും ഈ ഓച്ചും പോകുമ്പോൾ ഡബിൾ ബോണ്ട് ഇതിൻ്റെ ഇടയിൽ വരും. This will be your answer. So the answer is A. ഒന്നുകൂടെ ഇവിടെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ പോകുന്ന വാട്ടർ മോളിക്യൂൾ OHും ആൽഫ ഹൈഡ്രജനും ആയിരിക്കും പോവുക. അപ്പോൾ അവിടെ അല്ലേ ഡബിൾ ബോണ്ട് വരേണ്ടേ? എന്നാലേ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് പ്രോഡക്റ്റ് കിട്ടുള്ളൂ. എപ്പോഴും ഓർക്കുക, ബീറ്റ ഹൈഡ്രോക്സി എന്ന് പറയുന്നതാണ് ആൽഡോൾ. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് പ്രോഡക്റ്റ് ആണ് ആൽഡോൾ കണ്ടൻസ്ഡ് പ്രോഡക്റ്റ്. അത് ചെക്ക് ചെയ്താൽ മാത്രം മതി. ആൽഡോൾ ഒരിക്കലും തെറ്റില്ല കേട്ടോ. അടുത്തത്, ദ പ്രോഡക്റ്റ് ഫോം ബൈ ദ റിയാക്ഷൻ ഓഫ് എൻ ആൽഡിഹൈഡ് വിത്ത് ദ പ്രൈമറി അമീൻ. നോക്കാം. ഒരു ആൽഡിഹൈഡിനെ അമോണിയ ആയിട്ട് ആദ്യം നോക്കാം. സാധാരണ അഡീഷനാണ്. RCHOH NH2. ഓക്കെ, ഇയാളെ ഹീറ്റ് ചെയ്താൽ ആൽഡിമൈൻ ഉണ്ടാകും. ഇയാളെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. RCH ഡബിൾ ബോണ്ട് NH. CH ഡബിൾ ബോണ്ട് NHനെയാണ് നമ്മൾ എന്ത് പറയുക? ആൽഡിമൈൻ. ഇനി നമ്മൾക്ക് ഒരു പ്രൈമറി അമീനുമായി ട്രീറ്റ് ചെയ്ത് നോക്കാം. മെക്കാനിസത്തിൽ മാറ്റമൊന്നുമില്ല. RCHOH NHR. ഹീറ്റ് ചെയ്താൽ ഇങ്ങനെ ഒരു വാട്ടർ മോളിക്യൂൾ പോകും അല്ലേ? അപ്പോൾ RCH ഡബിൾ ബോണ്ട് NR വരും. അതിനെ നമ്മൾ ഷിഫ്റ്റ്സ് ബേസ് എന്ന് വിളിക്കും. ഇത് ആൽഡിമൈൻ. മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഷിഫ്റ്റ്സ് ബേസ്. ഇതിൽ ആൽഡിമൈൻ ഉണ്ട്, കീറ്റിമൈൻ ഉണ്ട്, ഷിഫ്റ്റ്സ് ബേസ് ഉണ്ട്, അനിലുണ്ട്. എന്താ അനിൽ? എന്താണ് നമുക്ക് നോക്കാം. ഈ അനിലിനെ കുറിച്ച് പറയാൻ ഞാൻ ഇതിനെ അങ്ങ് മായ്ക്കുന്നു കേട്ടോ. എന്നിട്ട് പറയാണ്, ഞാനിപ്പോൾ എടുത്ത പ്രൈമറി അമീൻ ആറോമാറ്റിക് ആണ് എന്ന് പറഞ്ഞാൽ അനിലീൻ ആണെങ്കിൽ മെക്കാനിസത്തിൽ മാറ്റമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്? പ്രൈമറി അമീനിന് പകരം ഞാനൊരു പ്രൈമറി ആറോമാറ്റിക് അമീൻ എടുത്തു. മെക്കാനിസത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. RCHOH NH ബെൻസീൻ റിംഗ്. ഹീറ്റ് ചെയ്താൽ RCH ഡബിൾ ബോണ്ട് N ബെൻസീൻ റിംഗ്.
അപ്പോൾ ഇവിടുത്തെ ഈ ആറിന് പകരം ബെൻസീൻ റിംഗ് വന്നാൽ ഈ ഷിഫ്റ്റ് ബേസിനെ നമ്മൾ അനിൽ എന്ന് വിളിക്കും. മറക്കണ്ട, അനിൽസ്. സോ ഹലോ, സ്റ്റാർട്ടിങ് വിത്ത് ദ 10th ക്വസ്റ്റ്യൻ. 10ാമത്തെ ചോദ്യത്തിൽ an organic compound X having molecular formula C5H10O yields phenylhydrazone എന്ന് പറഞ്ഞാൽ ഫീനൈൽഹൈഡ്രസീനുമായി റിയാക്ട് ചെയ്ത് ഫീനൈൽഹൈഡ്രസോൺ ഉണ്ടാവും. ആ റിയാക്ഷൻ എന്ന് പറയുന്നത് അഡീഷൻ ഫോളോഡ് ബൈ എലിമിനേഷൻ റിയാക്ഷൻ ആണ്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ആൻഡ് ഗിവ്സ് നെഗറ്റീവ് റെസ്പോൺസ് ടു ആഡോഫോം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യുന്നത് ആരാണ്? CH3CHOH ഗ്രൂപ്പ് ഉള്ളതോ അല്ലെങ്കിൽ CS3CO ഗ്രൂപ്പ് ഉള്ളതുമായ മോളിക്യൂൾസ് ആണ് ആഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യുന്നത്. ഇനി മുന്നോട്ട് പോകുന്നു. ആൻഡ് ടോളറൻസ് ടെസ്റ്റും ആൻസർ ചെയ്യില്ല. അപ്പം നമുക്ക് കാര്യം മനസ്സിലായി, ഇത് ആൽഡിഹൈഡ് അല്ല, കീറ്റോൺ ആണ്. കാരണം ടോളറൻസ് ടെസ്റ്റ് ആൻസർ ചെയ്യൂല എന്ന് പറഞ്ഞാൽ ടോളറൻസ് ടെസ്റ്റ് ഇസ് എൻ ടെസ്റ്റ് ആൻസേർഡ് ബൈ ആൽഡിഹൈഡ്സ് ഓൺലി ആൻഡ് നോട്ട് ബൈ കീറ്റോൺസ്. ആൽഡിഹൈഡ് അല്ല, കീറ്റോൺ ആണ്. ഇറ്റ് പ്രൊഡ്യൂസസ് N പെൻറ്റെയ്ൻ ഓൺ റിഡക്ഷൻ വിത്ത് X. അപ്പോൾ നമ്മൾ പറയുന്നു C5H10O ആൽഡിഹൈഡ് അല്ല. അപ്പോൾ 2 കീറ്റോൺ ആണ് നമുക്ക് എഴുതാൻ പറ്റുക. ഒന്ന് 2 പെൻറ്റനോണും ഒന്ന് 3 പെൻറ്റനോണും. ദീസ് ആർ ദ 2 പോസിബിലിറ്റീസ്. അപ്പോൾ പറയണു ഇത് ഫീനൈൽ ഹൈഡ്രസീനുമായി റിയാക്ട് ചെയ്യും. എന്താണ് ഫീനൈൽ ഹൈഡ്രസീൻ? NH2NH ബെൻസീൻ റിംഗ്. ഇതാണ് ഫീനൈൽ ഹൈഡ്രസീൻ. ഹൈഡ്രസീനിലെ ഒരു എച്ചിന് പകരം ഒരു ബെൻസീൻ റിംഗ്. ആ റിയാക്ഷൻ നടന്നാൽ യു വിൽ ഗെറ്റ് CS3C3H7, ഒരു വാട്ടർ മോളിക്യൂൾ റിമൂവ് ആവും, N ഡബിൾ ബോണ്ട് NH. ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫീനൈൽ ഹൈഡ്രസോൺ. അത് ഇത് 2 പേരും ആൻസർ ചെയ്യും. 2 പെൻറ്റനോണും ആൻസർ ചെയ്യും, 3 പെൻറ്റനോണും ആൻസർ ചെയ്യും. സോ നമ്മൾ ഇനി പറയേണ്ടത് ഇതിൽ 2ൽ ആരാണ് ഉത്തരം? ആൽഡിഹൈഡ് അല്ലെന്ന് മനസ്സിലായി, കാരണം ടോളറൻസ് ആൻസർ ചെയ്യുന്നില്ല. നമുക്കറിയാം ഇതുണ്ടെങ്കിൽ, ഈ ഭാഗമുണ്ടെങ്കിൽ ഇറ്റ് വിൽ ആൻസർ ആഡോഫോം ടെസ്റ്റ്. അപ്പോൾ അതല്ല. സോ യുവർ ആൻസർ ഇസ് ദിസ്. കാരണം നമ്മൾ ഇനി വായിച്ചു നോക്കിയാൽ ഇയാൾ ഫീനൈൽ ഹൈഡ്രസീനുമായി റിയാക്ട് ചെയ്യും, ഇയാൾ ടോളറൻസ് ടെസ്റ്റ് ആൻസർ ചെയ്യില്ല, ഇയാൾ ആഡോഫോം ടെസ്റ്റും ആൻസർ ചെയ്യില്ല. സോ ആൻസർ ചെയ്യില്ല എന്നാണ് നെഗറ്റീവ് റെസ്പോൺസ് ടു. അപ്പോൾ യുവർ ആൻസർ ഇസ് 3 പെൻറ്റനോൺ ആൻഡ് യുവർ ആൻസർ ഇസ് ബി. സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, ട്രീറ്റ്മെൻറ്റ് ഓഫ് സൈക്ലോപെൻറ്റനോൺ വിത്ത് മീഥൈൽ ലിത്തിയം ഗിവ്സ്. അപ്പോൾ സൈക്ലോപെൻറ്റനോൺ ഇതല്ലേ? With methyl lithium is a similar compound like that of methyl magnesium halide. ഒരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആണ്. അപ്പോൾ what happens is that ഒരു ട്രാൻസ്ഫർ ഓഫ് പൈ ഇലക്ട്രോൺസ് ഇങ്ങനെ നടന്നിട്ട് you will get the corresponding anion. This is the anion that is formed, and so your answer is cyclopentanoyl anion. അല്ലേ? സൈക്ലോപെൻറ്റനോയിൽ ആനയോൺ. കാരണം ഇയാളുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് ആണ്. ഇതിപ്പോൾ നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആയിരുന്നെങ്കിൽ CS3 MgBr ആയിരുന്നുവെങ്കിൽ ഇതിങ്ങനെ ബ്രേക്ക് ചെയ്യും, ഗിവിങ് യു എ മൈനസ് ആൻഡ് എ പ്ലസ് ലൈക്ക് ദിസ്. എങ്കിൽ ഇവിടെ അറ്റാച്ച് ചെയ്യുമ്പോൾ OMgBr, ഇവിടെ CS3 വരും. സോ ഇവിടെ 2 ഉണ്ടാകുന്നത് ആനയോൺ ആണ്. സോ യുവർ ആൻസർ ഇസ് സൈക്ലോപെൻറ്റനോയിൽ ആനയോൺ. ക്ലിയർ അല്ലേ? ഓക്കെ, 12ാമത്തെ ചോദ്യം. വിച്ച് വൺ ഇസ് ദ മോസ്റ്റ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ? ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആൽഡിഹൈഡും കീറ്റോണിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. നമ്മൾക്ക് അങ്ങനെ വരുമ്പോൾ ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ വരുന്നത് ഈ പറയുന്ന ബോണ്ടിൻ്റെ C ഡബിൾ ബോണ്ട് Oൻ്റെ പൊളാരിറ്റിയാണ് ഈ റിയാക്ടിവിറ്റിക്ക് കാരണം. ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തിൽ നമ്മൾ പറഞ്ഞു ആൽഡിഹൈഡ്സ് എപ്പോഴും കറസ്പോണ്ടിങ് കീറ്റോൺസിനേക്കാൾ മോർ റിയാക്റ്റീവ് ആയിരിക്കും. സോ ബി അല്ല ഉത്തരം. ഇനി യു ഹാവ് an aldehyde, ബെൻസാൽഡിഹൈഡ്, methyl group at the para position, nitro group at the para position. ഈ പൊളാരിറ്റി ഉണ്ടാവണമെങ്കിൽ ആരെങ്കിലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിക്കണം. സോ കീപ്പ് ഇൻ മൈൻഡ്
ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിൻ്റെ ന്യൂക്ലിയോഫിലിക് അഡിഷനോട് പ്രവണത കൂടാൻ കാരണം പ്രസൻസ് ഓഫ് എൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇതുമല്ല. സോ യുവർ ആൻസർ ഇസ് ദിസ്. അപ്പം എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്? ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻസ് ഓഫ് aldehydes and ketones will be directly proportional to the presence of electron withdrawing group. NO2 ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്, എന്നാൽ CS3 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പും. സോ യുവർ ആൻസർ ഇസ് ഡി. ഓക്കെ, അത്ര ക്ലിയർ ആയിട്ട് നമ്മൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ നമ്മൾ ഇതൊക്കെ നിസ്സാരം പോലെ ചെയ്തു പോവാം. ഓർഗാനിക് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമ്മൾക്ക് 1 മിനിറ്റ് വേണ്ട, 30 സെക്കൻഡ് വേണ്ട, അതിൽ താഴെ മതി. ജസ്റ്റ് ഒന്ന് ആ കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, 13ാമത്തെ ചോദ്യം എന്താണ് ഇവിടെ? യു ഹാവ് ബെൻസാൽഡിഹൈഡ് വിത്ത് ക്ലോറിൻ അറ്റ് ദ മെറ്റാ പൊസിഷൻ. ആ ക്ലോറിനെ മൈൻഡ് ചെയ്യണ്ട. ബെൻസാൽഡിഹൈഡ് എന്ന് പറയുന്നതിൻ്റെ ക്യാരക്ടർ നോക്കിയാൽ മതി. എന്താണ് ബെൻസാൽഡിഹൈഡ്? ഇറ്റ് ഇസ് എൻ ആൽഡിഹൈഡ് വേർ ദർ ഇസ് നോ ആൽഫ ഹൈഡ്രജൻ. And this is supposed to be treated with 50% എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് എ സ്ട്രോങ് ആൽക്കലി. അപ്പോൾ 1 ആൽഡിഹൈഡ് ആണ്, 2 ആൽഫ ഹൈഡ്രജൻ ഇല്ല, 3 പ്രസൻസ് ഓഫ് എ സ്ട്രോങ് ആൽക്കലി, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് എ സ്ട്രോങ് ആൽക്കലി. ഈ 3 കണ്ടീഷൻസ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് കാനസോറോസ് റിയാക്ഷനിലാണ്. ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരുന്നെങ്കിലോ ആൽഡോൾ നടന്നേനെ. ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ ബെൻസാൽഡിഹൈഡ് മാത്രമല്ല, ഫോർമാൽഡിഹൈഡ്, ട്രൈമീഥൈൽ അസറ്റാൽഡിഹൈഡ് ആൻഡ് ബെൻസാൽഡിഹൈഡ് ആർ ടിപ്പിക്കൽ എക്സാമ്പിൾസ് ഫോർ കാനസോറോസ് റിയാക്ഷൻ. അപ്പോൾ കാനസോറോസ് മാത്രം നോക്കിയാൽ അവിടെ CLന്റെ പ്രശ്നമേ ഇല്ല. ഈസ് നോട്ട് ഗോയിങ് ടു എഫക്ട് ദ സിസ്റ്റം. അല്ല, നിങ്ങൾ ചോദിക്കുക, അല്ല സാർ KOH അല്ലേ? Cl is attached to an sp2 hybridized carbon atom where the polarity is very low. അവിടെ SNAR നടക്കില്ല, അവിടെ ക്ലോറിൻ മാറില്ല, ക്ലോറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാനസോറോസ് റിയാക്ഷനിൽ ഒരു മോളിക്യൂൾ ആൽക്കഹോളായി റെഡ്യൂസ് ചെയ്യപ്പെടും, നെക്സ്റ്റ് മോളിക്യൂൾ ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലേറ്റ് അയോൺ അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ആവും. ആൻഡ് സോ യുവർ ആൻസർ വിൽ ബി ദിസ്. ആൻഡ് ഡോണ്ട് ട്രൈ ടു അറ്റാക്ക് ക്ലോറിൻ. അത് അവിടെ തന്നെ ഉണ്ടാവും, കാരണം ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അറൈൽ ഹാലൈറ്റ്സിൽ പറ്റില്ല, ഹാലോ ആൽക്കെൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ഇവിടുത്തെ ആൻസർ നമുക്ക് ഇതിപ്പോൾ പരിശോധിച്ച് നോക്കാം. ആൻസർ ഇസ് എന്താണ്? നമ്മൾ പെട്ടെന്ന് കയറി കുത്തും, പക്ഷെ അവിടെ നോക്കിയേ ഒരു കാർബൺ ആറ്റം എക്സ്ട്രാ ഇല്ലേ. കാനസോറോസ് റിയാക്ഷനിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ ആണ്, അവിടെ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യില്ല. ബാരറ്റ് ഇൻ മൈൻഡ്, മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മൾ കണ്ടാൽ പെട്ടെന്ന് കുത്താൻ തോന്നും. 2 ചോയ്സ്, ഇവിടെ 2 ആൻസേഴ്സ് ഉണ്ടെങ്കിൽ 2ഉം പരിശോധിക്കണം. അപ്പോൾ നിങ്ങളുടെ ആൻസർ നമ്മൾ എഴുതിയ അനുസരിച്ചാണെങ്കിൽ ആൻസർ C അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് ചോയ്സിൽ നമ്മുടെ ആൻസർ കറക്റ്റാണ്, ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോൾ അടുത്തത് ശരിയാണെന്ന് നമ്മളങ്ങ് വിചാരിക്കും. അങ്ങനെ വിചാരിക്കരുത്. വിചാരിച്ചാൽ മൈനസ് കിട്ടും. കാരണം വളരെ ക്രൂഷ്യലാണ്. പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ ഭയങ്കര സങ്കടം വരുവേ. ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, 14ാമത്തെ ചോദ്യം. അസറ്റോൺ ഇസ് ട്രീറ്റഡ് വിത്ത് എത്തനോൾ. ഇതാണ് അസറ്റോൺ. അതിനെ എത്തനോളുമായി ട്രീറ്റ് ചെയ്യുന്നു. നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിൽ ആൽക്കഹോൾസ്, മോണോഹൈഡ്രിക് ആൽക്കഹോൾസുമായിട്ടുള്ള റിയാക്ഷനിൽ നമ്മൾ പറഞ്ഞു അത് ശ്രദ്ധിക്കണം. ആ റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ തീരില്ല. അപ്പം എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് നോർമലാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ന്യൂക്ലിയോഫിലിക് അഡിഷൻ നടക്കുന്നു, ഓയിൻ്റെ കൂടെ H പോകുന്നു. ദിസ് ഇസ് ദ ഹെമി ഫോം. ഹെമി അസറ്റാൽ എന്ന് പറയുന്ന രീതിയിലുള്ള കോമ്പൗണ്ടാണിത്. അപ്പോൾ നമ്മൾ പറയുന്നു ഇത് വീണ്ടും അടുത്ത മോളിക്യൂൾ ഓഫ് എത്തനോളുമായി റിയാക്ട് ചെയ്യും. ആൻഡ് ദിസ് റീപ്ലേസസ് എ ഹൈഡ്രജൻ ആൻഡ് ഗിവ് യു എ പ്രോഡക്റ്റ് ലൈക്ക് ദിസ്, where you have 2 alkyl groups attached like this and known as an acetal. അപ്പോൾ ഇത് ഹെമി അസറ്റാൽ ആണ്, ഇത് അസറ്റാൽ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ മോണോഹൈഡ്രിക് ആൽക്കഹോൾസുമായി ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് റിയാക്ട് ചെയ്താൽ ആദ്യം ഹെമി അസറ്റാൽ ഉണ്ടാവും. ദാറ്റ് മീൻസ് ഫസ്റ്റ് മോളിക്യൂൾ ഓഫ് ദി ആൽക്കഹോൾ ഇസ് അറ്റാച്ച്ഡ്, 2 സെക്കൻഡ് മോളിക്യൂൾ അറ്റാച്ച് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഇവിടുത്തെ ആൻസർ നോക്കാം.
ആൻസർ ഇസ് ഫസ്റ്റിൽ നമുക്ക് സി കിട്ടി, അവിടെ നിർത്തരുത്, സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകുന്നു. ആൻഡ് സോ യുവർ ആൻസർ ഇസ് ഡി അല്ലേ? 15ാമത്തെ ചോദ്യം. ചോദ്യം ഇതാണ്, അസറ്റാൽഡിഹൈഡും C6H5CH2CHOയും ഉണ്ട്. നമ്മൾക്ക് എങ്ങനെ ഇവയെ വേർതിരിച്ച് കണ്ടുപിടിക്കാം? ഹൗ വിൽ യു ഡിസ്റ്റിംഗ്വിഷ് ദീസ് ടു? ബെൻഡിക്സ് രണ്ടുപേരും ആൻസർ ചെയ്യും, ടോളൻസ് രണ്ടുപേരും ആൻസർ ചെയ്യും, ഫെല്ലിങ്സ് രണ്ടുപേരും ആൻസർ ചെയ്യും. കാരണം ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന റിയേജൻസ് ആണ് ടോളൻസ്, ഫെല്ലിങ്സ്, ബെനഡിക്സ് ആൻഡ് ഷിഫ്റ്റ്സ് റിയേജൻറ്റ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇൻ ടോളൻസ് the aldehyde is converted to the carboxylate ion. ബെൻഡിക്സിലും ഷിഫ്റ്റ്സിലും ബെൻഡിക്സിലും ഫെല്ലിങ്സിലും സെയിം മെത്തേഡാണ്. ഷിഫ്റ്റ്സിൽ കോംപ്ലക്സ് ഫോർമേഷനാണ്. അപ്പോൾ അവിടെ ഇത് 4 ആൽഡിഹൈഡ്സിനെ കീറ്റോൺസിൽ നിന്നും വേർതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അതൊന്നും ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ബെൻഡിക്സ് പറ്റൂല, ടോളൻസ് പറ്റില്ല, ഫെല്ലിങ്സ് പറ്റില്ല. ആൻഡ് വാട്ട് അബൌട്ട് iodoform test? iodoform ടെസ്റ്റിൽ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ an aldehyde which answers iodoform test is acetaldehyde only. അസറ്റാൽഡിഹൈഡ്, ആൽഡിഹൈഡുകളിൽ അസറ്റാൽഡിഹൈഡ് മാത്രമേ iodoform ടെസ്റ്റ് ആൻസർ ചെയ്യുള്ളൂ. പ്രൈമറി ആൽക്കഹോൾസിൽ എത്തനോൾ മാത്രമേ iodoform ടെസ്റ്റ് ആൻസർ ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, അപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ കോമ്പൗണ്ട്സ് which answer iodoform test എന്ന് ചോദിച്ചാൽ നമ്പർ 1 is ethanol, which is a typical example. വേറൊരു പ്രൈമറി ആൽക്കഹോൾ ആൻസർ ചെയ്യില്ല. ഹൗ വിൽ ഡിസ്റ്റിംഗ്വിഷ് മെത്തനോൾ ആൻഡ് എത്തനോൾ എന്ന് ചോദിച്ചാൽ iodoform ടെസ്റ്റ് ആണ്. 2 അസറ്റാൽഡിഹൈഡ്, ദി ഓൺലി ആൽഡിഹൈഡ് വിച്ച് ആൻസേഴ്സ്, അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. പിന്നെ എന്താണ് ഓൾ 2 ഓൺസ്, പിന്നെന്താണ് ഓൾ സെക്കൻഡറി 2 ഓൾസ്, 2 പെൻറ്റനോൾ 3 പെൻറ്റനോൾ, 2 സെക്കൻഡറി അല്ലേ, പക്ഷെ 2 ഓൾ മാത്രമേ ആൻസർ ചെയ്യുള്ളൂ. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇത്രയും. ലാക്റ്റിക് ആസിഡ് ആൻഡ് ഇങ്ങനൊരു ആസിഡ് ഉണ്ട്, പൈറൂവിക് ആസിഡ്. ഇതെല്ലാം ഇങ്ങനൊരു ഭാഗമുള്ളത് കൊണ്ടാണ് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ iodoform ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറുമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇതുണ്ടാവും. ഇത്രയും മാത്രം പഠിച്ചു വെച്ചാൽ മതി. മനസ്സിലായില്ലേ? ഓക്കെ. 16ാമത്തെ ചോദ്യം. Which of the following compounds will give a yellow precipitate with iodine and alkali? Yellow precipitate with iodine and alkali എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. എന്ത്? iodoform ടെസ്റ്റ് ആണ്. ഇതിപ്പോൾ നമ്മൾ സാധാരണ പറയും ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിനെ അയോഡിൻ ആൻഡ് സ്ട്രോങ് ആൽക്കലി. ബുക്കിൽ ചിലപ്പോൾ സോഡിയം കാർബണേറ്റ് ഉണ്ടാവാം, ഇറ്റ് ക്യാൻ ബി NaOH, KOH ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഒരു സ്ട്രോങ് ആൽക്കലിൻ്റെ പ്രസൻസിൽ iodoform ടെസ്റ്റിൽ സംഭവിക്കുന്നത് എന്താണ്? ഇപ്പം നമ്മൾ അസറ്റാൽഡിഹൈഡ് തന്നെ എടുത്തു. എന്താ iodoform ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ I2 പ്ലസ് a strong alkali, NaOH ആവാം. This gives you the yellow precipitate of iodoform where one carbon atom is converted to iodoform and the next part is converted to the carboxylate ion. അപ്പോൾ ഈ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് iodoform ടെസ്റ്റിൻ്റെ ടെസ്റ്റ് എന്ന് വിളിക്കാൻ കാരണം ഈ ആൽഡിഹൈഡിനെ മറ്റ് ആൽഡിഹൈഡ്സിൽ നിന്നും നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നു. ഇനി ഇവിടേക്ക് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൽ ഈ 3 പറയുന്നു 2-hydroxy propane. ഇവിടെ 2 ആൻസേഴ്സ് വരും. അസറ്റോഫിനോൺ 2 ഓൺ ആണ്, അസറ്റോഫിനോണും വരും 2. ഇത് രണ്ടും വരില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഗിവ് എ യെല്ലോ പ്രസിപ്പിറ്റേറ്റ്? അപ്പോൾ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി 2 ആൻസേഴ്സ് വന്നു. 2-hydroxy propane അസറ്റോഫിനോണും iodoform ടെസ്റ്റ് ആൻസർ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിലെ ഇത്രയും ഭാഗങ്ങൾ ഒന്ന് ഓർത്തിരുന്നാൽ നമുക്ക് ആൻസറിലേക്ക് വേഗം എത്താൻ സാധിക്കും. ഓക്കെ, അതൊന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് വിൽ മോസ്റ്റ് റെഡിലി ഡീഹൈഡ്രേറ്റ്? ഡീഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ആൽക്കഹോളിൻ്റെ ഡീഹൈഡ്രേഷൻ്റെ റിയാക്ഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ മെക്കാനിസം ഇങ്ങനെയാണ്. ഒരു ആൽക്കഹോൾ വെൻ ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് അറ്റ് 443 Kelvin, ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രോട്ടോണേഷൻ ആണ് നടക്കുക. അപ്പോൾ യു വിൽ ഗെറ്റ് ദ പ്രോട്ടോണേറ്റഡ് മോളിക്യൂൾ ഓഫ് ദി ആൽക്കഹോൾ. ഞാൻ എത്തനോൾ എടുത്തത് ഒരു സിമ്പിളസ്റ്റ് എക്സാമ്പിളാണ്. 2ാമത്തെ സ്റ്റെപ്പിൽ ഈ വാട്ടർ മോളിക്യൂൾ പോവും. ഡീഹൈഡ്രേഷൻ ആണ് അടുത്ത സ്റ്റെപ്പിന്റെ പേര്. അപ്പോൾ യു വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് കാർബോകാറ്റയോൺ. അയാൾക്ക് ബീറ്റാ പൊസിഷനിൽ H പോയിട്ട് ഡീപ്രോട്ടോണേഷൻ ആണ് അടുത്ത സ്റ്റെപ്പ്. You will get the alkene.
അപ്പൊ ഡീഹൈഡ്രേഷൻ വളരെ എളുപ്പത്തിൽ ഇതിൽ ആർക്ക് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, ഈ കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത ഡീഹൈഡ്രേഷൻ സംഭവിക്കുക ആക്റ്റീവ് മെത്തലീൻ ഗ്രൂപ്പ് ഉള്ള സിസ്റ്റം ആയിരിക്കും. എന്താണ് ഒരു ആക്റ്റീവ് മെത്തലീൻ ഗ്രൂപ്പ്? സി, രണ്ട് -I ഗ്രൂപ്പിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്നതാണ് എന്ത്? ആക്റ്റീവ് മെത്തലീൻ ഗ്രൂപ്പ്. ഇതിനെയാണ് ആക്റ്റീവ് മെത്തലീൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ആക്റ്റീവ് മെത്തലീൻ ഗ്രൂപ്പിന്റെ പ്രസൻസ് കൊണ്ട് 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നടക്കും. ടോട്ടോമർസത്തിന്റെ കാര്യം വരുമ്പോൾ ആക്റ്റീവ് മെത്തലീൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഈനോളിക് കണ്ടന്റ് കൂടും. 2 ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. ആക്റ്റീവ് മെത്തലീൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ആക്റ്റീവ് മെത്തലീൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഈനോളിക് കണ്ടന്റ് ടോട്ടോമറൈസ് ചെയ്യുമ്പോൾ ഈനോളിക് കണ്ടന്റ് കൂടാനുള്ളൊരു കാരണമാകും. അപ്പോൾ ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതാണ് 2 -I ഗ്രൂപ്പ്സ്, ഇല്ല. ഇതാണ് 2 -I ഗ്രൂപ്പ്സ്, ഇല്ല. ഇതാണ് 2 -I ഗ്രൂപ്പ്സ്, ഇല്ല. പക്ഷേ ഇവിടെ നോക്കിയേ, ഇത് -I ആണ്, ഇതും സ്ലൈറ്റ്ലി -I ആണ്. അപ്പോൾ ദിസ് ബിക്കംസ് ദി ആക്റ്റീവ് മെത്തലീൻ ഗ്രൂപ്പ് ആൻഡ് സോ ദി ആൻസർ ഇസ് ഡി. ആക്റ്റീവ് മെത്തലീൻ ഗ്രൂപ്പ് മനസ്സിലായോ? 2 -I ഗ്രൂപ്പിന്റെ ഇടയിൽ വരുന്ന CH2 will easily give a proton and help in faster dehydration. അപ്പോൾ ഈ സ്റ്റെപ്പിലെ പ്രോട്ടോൺ റിമൂവിങ് ടെൻഡൻസി കൂടും ആക്റ്റീവ് മെത്തലീൻ ഗ്രൂപ്പിന്. അതാണ് കാരണം. ഓക്കെ, 18ാമത്തെ ചോദ്യം ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ് ആണ്. അവിടെ പറയുന്നു RCR' ഡബിൾ ബോണ്ട് O is treated with hydrogen cyanide. ഹൈഡ്രജൻ സയനൈഡുമായിട്ട് ഒരു കീറ്റോണെ ട്രീറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് സൈനോഹൈഡ്രിൻ അക്കോർഡിംഗ് ടു ന്യൂക്ലിയോഫിലിക് അഡിഷൻ. ഓക്കെ, പിന്നെ അയാളെ നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് സയനൈഡ് അമീൻ ആവുന്നത്. അപ്പോൾ ആദ്യത്തെ ആൻസർ ആയ എ ഇതാണ്. ദിസ് ഇസ് എന്താണ്? ന്യൂക്ലിയോഫിലിക് അഡിഷൻ. രണ്ടാമത്തെ ആൻസർ ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണ് ബെസ്റ്റ് റിയേജന്റ് ടു റെഡ്യൂസ് സയനൈഡ് ടു ദ പ്രൈമറി അമീൻ. കാരണം അവിടെ പ്രൈമറി അമീൻ ആയിരിക്കുകയാണ് സയനൈഡ്. അപ്പോൾ യുവർ ആൻസർ വിൽ ബി RCR'OH. ഇത് പ്രൈമറി അമീനായി മാറും. സയനൈഡിനെ ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡുമായി റെഡ്യൂസ് ചെയ്ത് പ്രൈമറി അമീൻ ആക്കുന്ന റിയാക്ഷന്റെ പേരാണ് മെൻഡിയസ് റിയാക്ഷൻ. അപ്പോൾ ഈ റിയാക്ഷന്റെ പേരെന്താണ്? മെൻഡിയസ്. സോ നമ്മൾക്ക് ആൻസർ സെർച്ച് ചെയ്യാം. ഇത് ആണ് എ. പിന്നെ ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ് ഉണ്ട്. സോ ദി ആൻസർ ഇസ് എ. സിമ്പിൾ. 19th ക്വസ്റ്റ്യൻ ആണ്. അവിടെ വീണ്ടും ഈ പറയുന്ന ന്യൂക്ലിയോഫിലിക് അഡിഷൻ ആണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ഈ റിയാക്ഷനെ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇതാണ് അസറ്റാൽഡിഹൈഡ് അല്ലേ? ഇതാണ് ഹൈഡ്രജൻ സയനൈഡ്. ഇവിടെ ഈ 2 മോളിക്യൂൾസിലും കൈറൈൽ കാർബൺ ആറ്റം ഇല്ല. പക്ഷെ ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ you are getting a stronger nucleophile and nucleophilic addition ഇവിടെ നടക്കും. പക്ഷെ ആ മോളിക്യൂളിനെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ. ഈ കാർബണാറ്റം എന്ന് പറയുന്ന സാധനം becomes chiral. അങ്ങനെ ഒരു ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് മോളിക്യൂൾ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് റിയേജന്റുമായി റിയാക്ട് ചെയ്തിട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് പ്രോഡക്റ്റ് ഉണ്ടായാൽ ദാറ്റ് വിൽ ബി എ റസമിക് മിക്സ്ചർ. സോ പഠിച്ചോളൂ, റസമൈസേഷൻ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ഈ കണ്ടീഷൻ. എന്താണ്? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് സബ്സ്ട്രേറ്റിനെ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്താൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് പ്രോഡക്റ്റ് ഉണ്ടായാൽ അതൊരു റസമിക് മിക്സർ ആയിരിക്കും. അപ്പോൾ ഈ 2 കണ്ടീഷൻ, സാധാരണഗതിയിൽ 2 കോമ്പൗണ്ട്സ് റിയാക്ട് ചെയ്താൽ ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ഉണ്ടാവണമെന്നില്ല, അവിടെ റസമൈസേഷനും ഇല്ല. പക്ഷേ അഥവാ ഉണ്ടായാൽ it will be a racemic mixture, and this is an example for racemization. Racemization reaction example ആണ് ഇത്. ഓക്കെ, 20ാമത്തെ ചോദ്യം. The reaction of
ഫിനൈൽ അസറ്റലീൻ. ബെൻസീൻ്റെ മുകളിൽ CH ട്രിപ്പിൾ ബോണ്ട് CH. ഫിനൈൽ അസറ്റലീനെ 40% H2SO4ഉം 1% HgSO4ഉമാണ് എൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഈ റിയേജന്റുമായി ആൽഡിഹൈഡ്സ് കീറ്റോൺസ് റിയാക്ട് ചെയ്താൽ ആ റിയാക്ഷന്റെ പേരാണ് കുച്ചറോവ് റിയാക്ഷൻ. സംഭവം സിമ്പിൾ ഹൈഡ്രേഷൻ ആണ്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന H+ഉം OH- അഡീഷന് വിധേയമാകുന്നു. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് മക്കൾക്ക് ഇങ്ങനെ കിട്ടും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ വീണ്ടും അഡീഷൻ നടക്കും. ബിക്കോസ് ദേ ഹാവ് 2 pi bonds ഇൻ ദ സിസ്റ്റം. അപ്പോൾ വീണ്ടും നമ്മൾക്ക് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. You will get a product like this. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കാർബണ് 2 OH പറ്റില്ല. So it gets rid of a water molecule like this and your answer will be acetophenone. Check ചെയ്യാം. Acetophenone, that's the answer. ഈ റിയാക്ഷന്റെ പേരെന്താണ്? കുച്ചറോവ് റിയാക്ഷൻ. ഈ റിയാക്ഷന്റെ പേര് കുച്ചറോവ് റിയാക്ഷൻ. ഇറ്റ് ഇസ് ഹൈഡ്രേഷൻ ഓഫ് ആൽക്കൈൻസ്, മെത്തഡ് ഓഫ് പ്രിപ്പറേഷൻ ഓർ കൺവേർഷൻ ഓഫ് ആൽക്കൈൻസ് ടു ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ഓക്കെ. 21 ഫീനൈൽ മീഥൈൽ കീറ്റോൺ എന്ന് പറഞ്ഞാൽ അസറ്റോഫീനോൺ ഇസ് കൺവേർട്ടഡ് ടു ഈഥൈൽ ബെൻസീൻ. ഇത് എന്താണ്? ഒന്നുകിൽ ഈ റിയാക്ഷൻ ക്ലെമൻസൺസ് റിഡക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ വൂൾഫ് കിഷ്ണർ ആയിരിക്കും. അല്ലാതെ ഒരു ആൽഡിഹൈഡിനെ ആൽക്കൈൻ ആക്കാൻ പറ്റില്ല. സോ നമ്മൾക്ക് ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ് അല്ല, ബിക്കോസ് ഇറ്റ് വിൽ നോട്ട് കൺവേർട്ട് എ കീറ്റോൺ ടു എ ആൽക്കൈൻ. പകരം അത് ആൽക്കഹോൾ ആക്കും. സിങ്ക് മെർക്കുറിക് അമാൽഗം HCl ആണ് ആൻസർ. കാരണം ഇത് രണ്ടും ഒരേ കാറ്റഗറിയാണ്. പിന്നെ മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് ടെർഷ്യറി ആൽക്കഹോളിനെ ആക്കും. So your answer is zinc mercuric amalgam in HCl, which is Clemenson's reduction. ഇതിന് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, സിങ്ക് മെർക്കുറിക് അമാൽഗം ഇൻ HCl, or you can use hydrazine in KOH. പക്ഷെ ഹൈഡ്രസീൻ ഇൻ KOH ഉപയോഗിച്ചാലും ആൻസർ സെയിം ആണ്. പക്ഷെ റിയാക്ഷന്റെ പേര് വൂൾഫ് കിഷ്ണർ റിഡക്ഷൻ എന്നായിരിക്കും പറയാം. ഈ റിയാക്ഷൻ വന്നാൽ വൂൾഫ് കിഷ്ണർ റിഡക്ഷൻ. എല്ലാ ബോർഡ് എക്സാമിനേഷൻ ആയിരുന്നാലും എൻട്രൻസിനായിരുന്നാലും ഇത് ചോദിക്കാം. പക്ഷെ വളരെ സിമ്പിളാണ്, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 22 The reagents which cannot be used to distinguish acetophenone and benzophenone. രണ്ടും കീറ്റോൺസ് ആണ്. രണ്ടും കീറ്റോൺസ് ആയതുകൊണ്ട് അപ്പൊ ഇത് അസറ്റോഫിനോൺ ആണ്, ഇത് ബെൻസോഫീനോൺ ആണ്. ആൻഡ് ഇത് രണ്ടിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ 2,4-DNP അല്ലെങ്കിൽ ബോഷസ് റിയേജന്റ് അല്ലെങ്കിൽ ബ്രാഡീസ് റിയേജന്റ് ഇതിന്റെ മുമ്പിലത്തെ ക്വസ്റ്റ്യൻസിൽ ഞാൻ പറഞ്ഞിരുന്നു കനോട്ട് ബി യൂസ്ഡ്. ബെൻഡിക് സൊല്യൂഷൻ വിൽ നോട്ട് ബി ആൻസർഡ് ബൈ ബോത്ത്. ഐഡോഫോം ടെസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നമ്മൾക്ക് ഉപയോഗിക്കാം. യു ഹാവ് 2 ആൻസേഴ്സ്. ഒന്ന് ദിസ് ഉപയോഗിക്കാൻ പറ്റുമോ? നോ. കാരണം ആരോമാറ്റിക് കീറ്റോൺസുമായി സോഡിയം ബൈ സൾഫൈറ്റ് റിയാക്ട് ചെയ്യില്ല. ഇത് രണ്ടും ആരോമാറ്റിക് അല്ലേ? സോ സോഡിയം ബൈ സൾഫൈറ്റ് ഒന്നും ആലിഫാറ്റിക് ഒരെണ്ണം ആരോമാറ്റിക് ആയിരുന്നെങ്കിൽ നമ്മൾക്ക് സോഡിയം ബൈ സൾഫൈറ്റ് ഉപയോഗിക്കാമായിരുന്നു. രണ്ടും ആരോമാറ്റിക് ആയതുകൊണ്ട് ഈ പറയുന്ന റിയാക്ഷൻ ഇസ് നോട്ട് പോസിബിൾ ഫോർ അല്ലെങ്കിൽ ദിസ് റിയേജന്റ് sodium bisulfite will not react with aromatic ketones. അപ്പോൾ ഇത് രണ്ടും aromatic ആയതുകൊണ്ട് you cannot use this. Okay, so your answer is iodoform test, where this will answer iodoform test and this will not. So you can distinguish acetophenone and benzophenone by using iodoform test. അടുത്തത്
See, the above polymers shown is obtained when carbonyl compound is allowed to stand. It is a solid material and the polymer is C. നിങ്ങൾ അറിയണം, കാരണം formaldehyde, when allowed to stand with concentrated sulfuric acid, few drops മതി, ഇതിലെ 3 molecules polymerize ചെയ്യും. And your product will be like this. And this is called trioxane. This is called trioxane. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് ഇങ്ങനെ CH2, 2 ഓക്സിജൻ ഇവിടെ, പിന്നെ CH2, 1 ഓക്സിജൻ ഇവിടെ. ഇതിൻ്റെ പേരാണ് ട്രയോക്സൈൻ. അപ്പോൾ ട്രൈ പോളിമർ ഓഫ് ഫോർമാൽഡിഹൈഡ് ആണ് ട്രയോക്സൈൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ, അപ്പോൾ അസറ്റാൽഡിഹൈഡ് ആണെങ്കിലോ? ഈ ഓരോ എച്ചിന് പകരം ഓരോ CS3 കൊടുത്താൽ പോരെ? സോ യുവർ ആൻസർ വിൽ ബി CS3CH. ഇത് വളരെയധികം ആപ്ലിക്കേഷൻ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ആൻഡ് ദിസ് ഇസ് പാരാൽഡിഹൈഡ് which is used as a hypnotic in medicine. എന്ന് പറഞ്ഞാൽ മെൻ്റൽ പേഷ്യൻസിന് ഇത് ഉപയോഗിക്കുന്നു ഫോർ ഹാലൂസിനേഷൻ അല്ലെങ്കിൽ ആസ് എ ഡ്രഗ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും മനസ്സിലായല്ലോ. അപ്പോൾ ഇത് മറക്കരുത്. ഫോർമാലിറ്റി ഇതിന് ഹയർ ലെവൽ പോളിമറൈസേഷൻസ് ഉണ്ട്. തൽക്കാലം ഞാനത് പറയുന്നില്ല. വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ ഓൺ. കാരണം നമ്മളിപ്പോൾ ഇവിടെ ക്രാഷ് കോഴ്സ് നമ്മൾ നടത്തുന്നുണ്ട്. ഈ ക്രാഷ് കോഴ്സിൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിലിങ്സ് നമ്മൾ കൊടുക്കും. കാരണം ഇതെല്ലാം കൂടെ പറഞ്ഞ് ഈ ഒരു സെഷനിൽ തീർക്കാൻ പറ്റത്തില്ല. സോ വിൽ ബി ഗിവിങ് യു വെരി വെരി സിമ്പിൾ മെത്തേഡ്സ് ടു ക്രാക്ക് ക്വസ്റ്റ്യൻസ് ഇൻ ലിമിറ്റഡ് ടൈം. ആൻഡ് വി വിൽ ബി ഗിവിങ് യു ഇതേപോലുള്ള എക്സ്ട്രാ പോയിന്റ്സ് ഇൻ ദ ക്രാഷ് കോഴ്സ്. ഐ തിങ്ക് ഇറ്റ് ഇസ് ബിഗിനിങ് ആഫ്റ്റർ യുവർ ബോർഡ് എക്സാമിനേഷൻസ്. വി വെൽക്കം യു ഓൾ ടു യൂണിവേഴ്സൽ. 24. The reaction that does not give benzoic acid as the major product. സി, നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാവേണ്ട ഒരു കാര്യം, ബെൻസോയിക് ആസിഡിനെ പ്രിപ്പയർ ചെയ്യാൻ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഹയർ ഹോമോളോഗ്സ് ഓഫ് ബെൻസീൻ കണ്ടെയ്നിങ് മിനിമം 1 alpha hydrogen. അത് ടൊളുവീൻ ആവാം, ഈഥൈൽ ബെൻസീൻ ആവാം, കുമീൻ ആവാം. ദീസ് ആർ ഓൾ ഓൺ ഓക്സിഡൈഷൻ വിത്ത് KMnO4 or very strong oxidizing agents. All will give you benzene with a COH group which is benzoic acid. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഇത് വിൽ ഗിവ് യു ബെൻസോയിക് ആസിഡ്. ഓൾക്കോളിന് ഓക്സിഡൈസ് ചെയ്താൽ ബെൻസോയിക് ആസിഡ് കിട്ടും. ഇത് രണ്ടും സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ് ആണ്. അപ്പോൾ വിൽ നോട്ട് ഗിവ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ വിൽ ഗിവ് എന്ന് പറഞ്ഞാൽ കുത്തി കൊടുക്കരുത്. വിൽ നോട്ട് ഗിവ് വായിക്കണം. ഡസ് നോട്ട് ഗിവ്. ഇത് കീറ്റോൺ ആയിരുന്നാലും ഓക്സിഡൈസ് ചെയ്താൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് NOCl. ആൻഡ് ഫൈനലി വിത്ത് PCC. എന്താണ് PCC? പിരിഡീനിയം ക്ലോറോക്രോമേറ്റ്. അതൊരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. എന്താ പ്രത്യേകത? ഹി വിൽ ഓക്സിഡൈസ് ദ പ്രൈമറി ഓൾക്കോൾ ടു ദി ആൽഡിഹൈഡ്. പക്ഷെ ഫർദർ ഓക്സിഡേഷൻ നടക്കില്ല. സോ ദാറ്റ് റിയാക്ഷൻ ഇസ് നോട്ട് ഗിവിംഗ് യു ബെൻസോയിക് ആസിഡ്. സോ ഈ റിയാക്ഷനിൽ ബെൻസോയിക് ആസിഡ് തരാത്തതാരാണ്? ദയവ് ചെയ്ത് ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഡസ് നോട്ട്. നമ്മൾ വെപ്രാളത്തിൽ ഡസ് എന്നങ്ങ് വായിച്ചു കൊടുത്തിട്ട് കുത്തല്ലേ. മസ്റ്റ് ബി വെരി കെയർഫുൾ. 25 ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ് ആണ്. ഒരു കാർബോക്സിലിക് ആസിഡിനെ തയനൈൽ ക്ലോറൈഡുമായി ട്രീറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ആസിഡ് ക്ലോറൈഡ്, അസറ്റൈൽ ക്ലോറൈഡ്. അയാളെ ബെൻസീൻ ഇൻ പ്രസൻസ് ഓഫ് anhydrous aluminum chloride, Fidelcraft's acylation reaction, you will get acetophenone. അതിനെ ഹൈഡ്രജൻ സയനൈഡുമായി ട്രീറ്റ് ചെയ്താൽ you will get the corresponding molecule known as the cyanohydrin. ന്യൂക്ലിയോഫിലിക് അഡിഷൻ. അയാളെ നമ്മൾ ഹൈഡ്രലൈസ് ചെയ്താൽ ഈ സയനൈഡ് ഹൈഡ്രലൈസ് ചെയ്ത് കാർബോക്സിലിക് ആസിഡ് ആവും. And this will be your answer. So നമുക്ക് ചെക്ക് ചെയ്യാം. So the answer is D. അല്ലേ? ആസിഡ് ക്ലോറൈഡ് ആയി, ഫിഡൽക്രാഫ്റ്റ്സ് അസൈലേഷനിലൂടെ അസറ്റോഫിനോൺ ആയി, സൈനോഹൈഡ്രൻ ആയി, ഹൈഡ്രലൈസ് ചെയ്താൽ സയനൈഡ് കാർബോക്സിലിക് ആസിഡ് ആവും. സോ ജസ്റ്റ്
ചോയ്സ് ആദ്യം നോക്കരുത്, മക്കൾ ആദ്യം ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതുക, എന്നിട്ട് കമ്പയർ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ചോയ്സ് നമ്മൾ കണ്ണി കൊടുക്കി കഴിഞ്ഞാൽ നമ്മൾ അവിടേക്ക് എത്തിക്കാൻ നോക്കും. ഡോണ്ട് ഡു ദാറ്റ്. കൺവേർഷൻസ് വളരെ കൃത്യമായി നിങ്ങൾ എടുത്തു വെച്ച് എഴുതുക, ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുക, എന്നിട്ട് കമ്പയർ ചെയ്യുക. അല്ലാതെ ഒരു ആൻസറിലേക്ക് ചോയ്സിൽ നോക്കിയിട്ട് അതിലേക്ക് എത്തിക്കാൻ ശ്രമിക്കരുത്. കാരണം ദാറ്റ് മൈറ്റ് നോട്ട് ബി ദി ആൻസർ. സോ 26ാമത്തെ ചോദ്യം, an ester with molecular formula. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് എഴുതാം. ഒരെണ്ണം C6H5 ആണ്, കാരണം 9 കാർബൺ ആറ്റം ഉള്ളത് കൊണ്ടും ഹൈഡ്രജൻ വളരെ ക്ലോസ് ആയതുകൊണ്ടും ട്രൈ ഇറ്റ് ഔട്ട് ഇൻ എ ബെൻസീൻ റിംഗ്. അപ്പം നമുക്ക് നോക്കാം 6, 7, 8. അപ്പോൾ യു ഹാവ് ഒരു കാർബൺ ആറ്റം കൂടെ. അപ്പോൾ 6, 7, 8, 9 കാർബൺ ആറ്റം, ഹൈഡ്രജൻ 5, 5, 10, 2 ഓക്സിജൻ. സോ ദിസ് മൈറ്റ് ബി ഓർ ഇസ് ദി എന്താണ് എസ്റ്റർ. ഒരു എസ്റ്ററിനെ ഗ്രിഗ്നാർഡ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്താൽ ആദ്യത്തെ സ്റ്റെപ്പിൽ അത് ഒരു കീറ്റോണായി മാറും. അപ്പം നമ്മൾ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഫ്രം ദ ഗ്രിഗ്നാർഡ് റിയേജന്റ് എടുത്തില്ലേ? ഈ സ്റ്റെപ്പ് അടുത്ത മോളിക്യൂൾ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജന്റുമായി റിയാക്ട് ചെയ്യും. ആൻഡ് ദാറ്റ്, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? കീറ്റോണിനെ ഗ്രിഗ്നാർഡ് റിയേജന്റ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഒരു ടെർഷ്യറി ആൽക്കഹോൾ കിട്ടും. സോറി, ഇത് C2H5 ആണേ. അപ്പോൾ യു വിൽ ഗെറ്റ് C2H5, ഇവിടെ OH, ഇവിടെ C2H5. യു ആർ ഗെറ്റിംഗ് എ ടെർഷ്യറി ആൽക്കഹോൾ. ഇത് ട്രീറ്റഡ് വിത്ത് സൾഫ്യൂറിക് ആസിഡ് ടു ഗിവ് എൻ ഒളിഫീൻ. ഇതിനെ സൾഫ്യൂറിക് ആസിഡുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു ആൽക്കീൻ ഉണ്ടാകും, C6H5, C2H5, ഡബിൾ ബോണ്ട് CH3. അത് സൾഫ്യൂറിക് ആസിഡുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ പോകുന്നു. അത് ഇങ്ങനെ പോകാം, അല്ലെങ്കിൽ ഇങ്ങനെ പോയാലും ഒരെണ്ണം പോകും. എന്നിട്ട് ഇതാണ് ബി. അപ്പോൾ ഒന്നുകൂടെ പറയണു, എ എന്ന എസ്റ്ററിനെ ഗ്രിഗ്നാർഡ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്യുന്നു. ഗ്രിഗ്നാർഡ് റിയേജന്റിൽ ഒരു മീഥൈൽ ഗ്രൂപ്പേ ഉള്ളൂ. സോറി, ഇത് CH3 ആണ്. അപ്പൊ ഇത് കിട്ടി. ഇതും CH3 ആണ്. അപ്പൊ ഇത് ഈ സിസ്റ്റത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 2 CH3 മോളിക്യൂൾസ് വരും. അപ്പൊ യു ആർ ഗെറ്റിംഗ് C6H5, CCH3, ഡബിൾ ബോണ്ട് CH2. ഇതാണ് ബി. അപ്പോൾ എ ഇതാണ്, ഗ്രിഗ്നാർഡ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടെർഷ്യറി ആൽക്കഹോൾ കിട്ടുന്നു. അതിൽ ഡീഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ആൽക്കീൻ ഉണ്ടാവുന്നു. ആൻഡ് ദിസ് ഓൺ എന്താണ് റിഡക്റ്റീവ് ഓസോണലൈസിസ് വിൽ ഗിവ് യു COCH3 അസറ്റോഫീനോൺ. നോക്കാം 6, 7, 8, 5, 3, 8. ദാറ്റ്സ് ദി ആൻസർ. ആൻഡ് ദിസ് വിൽ ഷോ അഡോഫോം ടെസ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നുകൂടെ നോക്കാം. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യം, എസ്റ്റേഴ്സ് പ്ലസ് RMGX will give you a tertiary alcohol. അതാണ് ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം. അതിൽ വളരെ വ്യക്തമാക്കണം, RCOOR' പ്ലസ് R"MgBr ആണെങ്കിൽ മറക്കരുത്, ഈ സാധനം സിസ്റ്റത്തിൽ നിന്നും പുറത്തേക്ക് പോകും, ഇയാൾ ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്കുണ്ടാവുന്ന ടെർഷ്യറി ആൽക്കഹോൾ ഏതെങ്കിലുമല്ല, 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഗ്രിഗ്നാർഡ് റിയേജന്റിൻ്റെതായിരിക്കും. 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഗ്രിഗ്നാർഡ് റിയേജന്റേതായിരിക്കും. ദിസ് വൺ, അതാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. C9H10 ആയതുകൊണ്ടാണ് ഒരെണ്ണം ബെൻസീൻ റിംഗ് ആയിട്ട് എടുത്തത്. പിന്നെ 2 കാർബൺ ആറ്റം ഉള്ളതിനെ നമ്മൾ ഇങ്ങനെ എഴുതി, ഈഥൈൽ ബെൻസനോയേറ്റ്. അയാളെ നമ്മൾ എന്ത് ചെയ്യുന്നു? മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡുമായി ട്രീറ്റ് ചെയ്യുന്നു.
അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, ദാറ്റ് മീൻസ് ഈ പറയുന്ന ടെർഷറി ആൽക്കഹോളിനെ പോലുള്ള ഒരു ആൽക്കഹോൾ ഇവിടെ എഴുതുകയാണെങ്കിൽ ദിസ് വിൽ ബി യുവർ ആൻസർ. പിന്നെന്താ പറയണ, അടുത്ത സ്റ്റെപ്പിൽ സൾഫ്യൂറിക് ആസിഡുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ റിമൂവ് ആവുന്നു. ഇതിനെ റിഡക്റ്റീവ് ഓസോണലൈസിസ് നടത്തുമ്പോൾ നമ്മൾ മുമ്പ് പറയാറുണ്ട്, നമ്മൾ ആൻസർ കിട്ടാൻ ഒരു /2 ഓക്സിജൻ ഇട്ടാൽ മതി, അല്ല നമ്മുടെ ഓസോണായിട്ടൊന്നും വരച്ച് സമയം കളയാൻ നിൽക്കരുത്. സോ യുവർ ആൻസർ ഇസ് C6H5 COCS3 which is acetophenone and which will obviously answer Iodoform test. അപ്പോൾ ഇവിടെ നമ്മളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇസ് എന്താണ്? A. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. എന്തുകൊണ്ട് ബി അല്ല എന്ന് ചോദിച്ചാൽ, ബി ആയിരുന്നുവെങ്കിൽ ഈ C6H5 പകരം C2H5 വന്നേനെ. സി എന്തായാലും അല്ല. ഡി എന്ന് പറയുന്നത് എന്താണ്? പാരാഹൈഡ്രോക്സി അല്ല ഈ പ്രോഡക്റ്റ്. സോ യുവർ ആൻസർ ഇസ് A. 27. ഇവിടെ അസറ്റിക് ആസിഡ് ഇസ് ട്രീറ്റഡ് വിത്ത് കാൽഷ്യം കാർബണേറ്റ്. അപ്പോൾ യു വിൽ ഗെറ്റ് കാൽഷ്യം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഇതാണ് കാൽഷ്യം കാർബണേറ്റുമായി നമ്മൾ അസറ്റിക് ആസിഡിനെ ട്രീറ്റ് ചെയ്താൽ കിട്ടുന്നത്. ഇത് കാൽഷ്യം സോൾട്ട് ഓഫ് അസറ്റിക് ആസിഡാണ്. അയാളെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ഡിസ്റ്റിലേഷനാണ്. ഡ്രൈ ഡിസ്റ്റിലേഷൻ സംഭവിക്കുമ്പോൾ ഇവിടെ ഒരു കാൽഷ്യം കാർബണേറ്റ് മോളിക്യൂൾ ഗെറ്റ്സ് റിമൂവ്ഡ്. അപ്പോൾ ഡീകാർബോക്സിലേഷൻ ഇൻ ദ ഫോം ഓഫ് കാൽഷ്യം കാർബണേറ്റ് നടക്കും. ആൻഡ് ദിസ് ഗിവ്സ് യു എ കീറ്റോൺ. കീറ്റോണിനെ ഐഡോഫോം ടെസ്റ്റുമായി ട്രീറ്റ് ചെയ്താൽ, ദിസ് ഇസ് ഐഡോഫോം ടെസ്റ്റ്. നമ്മൾ പറഞ്ഞു ഇതിൽ ഒരു കാർബൺ ആറ്റം ഗെറ്റ്സ് കൺവേർട്ടഡ് ടു ഐഡോഫോം CH3 and the rest gets converted to the smaller carboxylate ion. So ഇവിടുത്തെ ആൻസർ ഇസ് ഐഡോഫോം. ഐഡോഫോം ടെസ്റ്റ് എനിക്ക് തോന്നുന്നു കുറേ ക്വസ്റ്റ്യൻസ് ആയെന്ന് തോന്നുന്നു അല്ലേ? കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണത്. കാരണം അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റൂ. കാരണം ഇതിന് മുമ്പ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. 28ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് ഡിക്രീസിംഗ് ഓർഡർ ഓഫ് അസിഡിക് സ്ട്രെങ്ത്? +I ഗ്രൂപ്പ് വന്നാൽ അസിഡിക് സ്ട്രെങ്ത് കുറയും, -I ഗ്രൂപ്പ് വന്നാൽ അസിഡിക് സ്ട്രെങ്ത് കൂടും. മെത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഫോമിക് ആസിഡാണ്. അസറ്റിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ് ആൻഡ് ബ്യൂട്ടനോയിക് ആസിഡ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് ഇല്ല, അപ്പോൾ അവനായിരിക്കും മോസ്റ്റ് അസിഡിക്. ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, മീഥൈലാണ്. അതിനേക്കാൾ വലിയ ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ ഈഥൈൽ, അതിനേക്കാൾ വലിയ ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ പ്രൊപ്പൈൽ. സോ ദിസ് ഇസ് ദി order of reactivity of these carboxylic acid. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 ക്ലോറിൻ വന്നാൽ വളരെ അസിഡിക് ആയിരിക്കും, ഗ്രേറ്റർ ദാൻ ഡൈക്ലോറോ അസറ്റിക് ആസിഡ്, ഗ്രേറ്റർ ദാൻ ക്ലോറോ അസറ്റിക് ആസിഡ്, ഇങ്ങനെ വരും. അതാ കാരണം -I ഗ്രൂപ്പ് വന്നാൽ അസിഡിക് ക്യാരക്ടർ കൂടും, +I ഗ്രൂപ്പ് വന്നാൽ അസിഡിക് ക്യാരക്ടർ കുറയും. സിമ്പിൾ അല്ലേ? 29. ആസ്പിരിൻ ഇസ് ദി അസറ്റൈലേഷൻ പ്രോഡക്റ്റ് ഓഫ്. ആസ്പിരിൻ എന്താണ്? 2-അസറ്റോക്സി ബെൻസോയിക് ആസിഡ് ആണ്. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞ ആസ്പിരിൻ എന്ന് പറയുന്നത് ഒരു പെയിൻ കില്ലർ ആണ്, അനാൽജസിക് ആണ്, പെയിൻ കില്ലർ, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, പിന്നെന്താണ്? ആന്റി ബ്ലഡ് കോയഗുലന്റ് ആണ്. അപ്പൊ അനാൽജസിക് ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി ബ്ലഡ് കോയഗുലന്റ് ആണ്, ആന്റി പൈററ്റിക് ആണ്. കാരണം ആസ്പിറിന്റെ പരസ്യം ഇങ്ങനെയാണ്. അതിന് 4 ആപ്ലിക്കേഷൻസ് ഉണ്ടെന്നാണ് ഒരു ഗുളികയ്ക്ക്. പക്ഷെ ഇപ്പോൾ അതൊന്നും ഉപയോഗിക്കാത്തതിന് കാരണം ഇതൊരു വളരെ മൈൽഡ് ആക്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആസ്പിറിനേക്കാൾ ബെറ്റർ മോളിക്യൂൾസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് വി ഡോണ്ട് ടോക്ക് അബൌട്ട് ആസ്പിറിൻ. ഇന്ന് ആസ്പിറിൻ ഇസ് ജസ്റ്റ് യൂസ് ടു ഇൻ ഹാർട്ട് പേഷ്യൻസ് ടു പ്രിവെന്റ് ബ്ലഡ് ക്ലോട്ട്സ്. ശരി, ആസ്പിറിൻ എന്താണ് നമുക്ക് നോക്കുന്നതിന് മുമ്പ് യു സ്റ്റാർട്ട് വിത്ത് എന്താണ്? സാലിസിലിക് ആസിഡ്. സാലിസിലിക് ആസിഡിനെ അസറ്റിക് അൻഹൈഡ്രൈഡുമായി ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അസറ്റൈലേഷൻ നടക്കും. സപ്പോർട്ട് ചെയ്യാൻ സോഡിയം അസറ്റേറ്റ് കൊടുക്കാം. ഇത് മതി.
അസറ്റൈലേഷൻ എന്ന് പറയുന്നത് ആരുടെ ക്യാരക്ടറാണ്? ആഡിങ് an acetyl group is the character of phenols, alcohols and amines. അപ്പോൾ ഇവിടെ COHനെ അറ്റാക്ക് ചെയ്യില്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഫീനോൾ ഇവിടെ ഉണ്ട്. ഫീനോളിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് അസറ്റൈലേഷൻ. സോ യു വിൽ ഗെറ്റ് ദി അസറ്റൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ഹിയർ ആൻഡ് ദാറ്റ് ഇസ് ആസ്പിറിൻ ആൻഡ് ദിസ് ഇസ് 2-acetoxy benzoic acid known as aspirin, അല്ലെങ്കിൽ അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്ന് വിളിക്കാം. സോ ദിസ് ഇസ് സാലിസിലിക് ആസിഡ്. എന്താ എൻ്റെ പേര്? 2-hydroxy benzoic acid. ഈ സാലിസിലിക് ആസിഡിന് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇയാളെ വീണ്ടും ഫീനോളുമായി ട്രീറ്റ് ചെയ്താൽ it will attack the carboxylic acid group and gives you salol, phenyl salicylate, commonly known as salol, which is used as an intestinal antiseptic. അതുപോലെ തന്നെ ഇയാളെ മെത്തനോളുമായി ട്രീറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഓയിൽ ഓഫ് വിൻഡർഗ്രീൻ, കൊളോൺ ഫ്രേഗ്രൻസ്. അപ്പോൾ ആപ്ലിക്കേഷൻസ് ഒരുപാട് സാലിസിലിക് ആസിഡിനോട്. പക്ഷേ ടു ദിസ് ക്വസ്റ്റ്യൻ യുവർ ആൻസർ ഇസ് 2-hydroxy benzoic acid and the answer is A. സിമ്പിൾ. 30ാമത്തെ ചോദ്യം. ഗ്രിഗ്നാർഡ് റിയേജന്റിനെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡുമായി ട്രീറ്റ് ചെയ്യുന്നു. Carbon dioxide can be represented like this. അപ്പോൾ യു വിൽ ഗെറ്റ് എന്താണ്? ഒരു ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ഇങ്ങനെ C-double-bond ഓയിൻ്റെ കൂടെ Mg ഇങ്ങനെ. ഇവനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്യുന്നു ആൻഡ് യു വിൽ ഗെറ്റ് ബെൻസോയിക് ആസിഡ്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഒരു സിംപ്ലർ ഫോം വയ്ക്കാം. RMgBr പ്ലസ് C-double-bond. ഇതിങ്ങനെ ബ്രേക്ക് ചെയ്യും. പ്ലസ് മൈനസ് മൈനസ് ഇത് പ്ലസ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് നടന്നു. അപ്പോൾ യു വിൽ ഗെറ്റ് RC-double-bond-OMgBr. ഈ വർഷം JEE മെയിൻ ചോദിച്ച ക്വസ്റ്റ്യനാണ്. വാട്ട് ഇസ് ദിസ് എന്നാണ് ചോദിച്ചത്. അവസാനത്തെ പ്രോഡക്റ്റ് അവർ കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞു കേട്ടോ. ദിസ് ഓൺ ഹൈഡ്രോലൈസിസ്. ഇതിങ്ങനെ ബ്രേക്ക് ആവും. പ്ലസ് മൈനസ് RCOOH. ദിസ് ഇസ് ദി ആൻസർ. ഇനി ഇവിടേക്ക് വരാം. ഇത് ബ്രേക്ക് ചെയ്തു. ഇത് പ്ലസ്, ഇത് മൈനസ്. C-double-bond, ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. OMgBr ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ ഇവിടെ ബ്രേക്ക് ആവും, ഇവിടെ H വരും. അപ്പോൾ യുവർ ആൻസർ ഇസ് ബെൻസോയിക് ആസിഡ്. So your answer is benzoic acid. So this is about എന്താണ് aldehydes and ketones. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു ചാപ്റ്ററാണ്. സോ യു മസ്റ്റ് ബി വെരി കെയർഫുൾ ഡൂയിങ് ദീസ് ക്വസ്റ്റ്യൻസ്. കുറേ കോൺസെപ്റ്റ്സ് ഇങ്ങനെയുണ്ട്. ഐ തിങ്ക് നമ്മൾ ഈ പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ഡു എ വണ്ടർഫുൾ ജോബ് ഇൻ യുവർ എക്സാമിനേഷൻസ്. സോ me signing off. Bye bye.